പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. എന്താ പെട്ടെന്ന് കാര്യങ്ങളൊന്നും നടന്നില്ലേ? ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല ചില്ലറ അബദ്ധവും പറ്റി. എന്താ ഹാർട്ട് കേസ് ആയിരുന്നു അതിരിക്കണേ? ഓ ഒന്നും പറയണ്ട. ഞാനാണ് അവളുടെ അടുക്കള ഭാഗത്തോടെ പോയി പാമ്പല്ല ഞാൻ ഷൂന്ന് ശബ്ദം ഉണ്ടാക്കി. അവളുടെ കെട്ടിയവനോടെ ഉണ്ടായിരുന്നു. പിന്നെ വായുവിലൂടെ ഒരു കൈ വരുന്നതാ കണ്ടത്. കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ അത് ഇതിലെ പാസ് ചെയ്ത് പോയത്. ശരിക്കും കൊണ്ടിരുന്ന ഈ വശത്തെ പല്ല് മുഴുവൻ പോയേനെ. ഒന്ന് ഏഷ്യതേ ഉള്ളൂ. ഏഷ്യതയിൽ പറ്റിയതാ ഇത്.
ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട് പോയാ പോരായിരുന്നാ? ഓ, അവളുടെ മെസ്സേജ് കണ്ട സമയത്ത് പിന്നെ ഞാനൊന്നും ഓർത്തില്ല. മെസ്സേജാ? എവിടെ കാട്ടി? ടുഡേ യു നോട്ട് കം മൈ ലിറ്റിൽ ഹാർട്ട് ഹബ്ബി ഈസ് ഹിയർ. ഇതാണ് മെസ്സേജ്. അർത്ഥം എന്താണെന്നറിയോ? ടുഡേ യു നോട്ട് കം വീട്ടിൽ ചെന്ന് പോരുതെന്ന്. മൈ ലിറ്റിൽ ഹാർട്ട് എന്റെ ചങ്കേ. ഹബ്ബി ഈസ് ഹിയർ കെട്ടിയോനോടെ ഉണ്ടെന്ന്. ഇതാണ്. ഇംഗ്ലീഷ് അറിയില്ല, പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. എന്റെ അടുത്ത് ചോദിച്ചിട്ട് പോയാ പോരായിരുന്നാ? ഓ, അവളുടെ മെസ്സേജും വന്നു. മൂത്ത് നിന്ന സമയത്ത് പിന്നെ ഞാൻ വേറെ ഒന്നും ഓർത്തില്ല. ഇന്നാള് മല്ലപ്പള്ളിയിലെ ഗൾഫുകാരന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതും ഇതും കൂടെ കൂട്ടി ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം. നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിനും വിവരത്തിനൊക്കെ ഇത്രയും സ്ഥാനം ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഈ പഠിപ്പും വിവരമുള്ളവന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ ഗുണ്ടായുസും പാർട്ടിയും പത്രാസൊന്നും പോരടാ. ഇതേ എനിക്ക് പണ്ടേ മനസ്സിലായതാണ്. ചേട്ടൻ മിനിമം വായിക്കാനെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇടികൊണ്ട് മരിക്കും. ഓ, വെള്ളം അടിക്കാൻ പോലും പറ്റുന്നില്ല. എവിടെ വേദന? കവിളിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് വരും. അതെ, ഇനി ഈ പ്രായത്തിൽ ഞാൻ എവിടെ പോയി പഠിക്കാനാ? ആര് പഠിപ്പിക്കാനാ? എനിക്കൊരു ഐഡിയ വന്നു. എന്നാ? എനിക്കൊരു അടുത്ത അടി കിട്ടാനുള്ള വല്ല വകുപ്പാണോ? നമുക്കൊരു കോളേജ് വാങ്ങിയാലോ? കോളേജ് പഠിക്കാനോ? എന്നാ നീ പറയുന്നേ? ചേട്ടന് പഠിക്കണ്ടേ? ഞാൻ പഠിപ്പിക്കും. ചേട്ടൻ സ്റ്റുഡന്റ്, ഞാൻ പ്രിൻസിപ്പാൾ. സംഗതി കൊള്ളാം. പക്ഷെ നീ പ്രിൻസിപ്പൾ, അത് നിന്നെ കൊണ്ട് താങ്ങൂടാ? താങ്ങും. ചേട്ടനെ ഡിഗ്രി ജയിപ്പിച്ചിട്ടാ പോരെ? അത് മാത്രം പോരാ, 10ാം ക്ലാസ്സും പാസ്സാക്കണം. സാന്റോ, അതൊക്കെ പോട്ടെ. ഈ കോളേജൊക്കെ മേടിക്കാൻ എവിടെയെങ്കിലും കിട്ടുമോ? ഒരു കോളേജ് വാങ്ങി തന്നാ പോരെ? അടി. അതും പോയി. പ്രേതല്ല, അതെ എന്റെ അച്ഛന്റെ ആത്മാവാടാ. സുഖാണോ മക്കളെ? അച്ഛാ, അത്ര വലിയ സുഖമൊന്നുമില്ല. എന്ത് പരിപാടി തുടങ്ങിയാലും 8 നിലയെ പൊട്ടുക. ഓരോ അബദ്ധങ്ങളിലും കൊണ്ടു ചെന്ന് ചാടും. എത്ര പൈസ പോയിന്നറിയോ? അതിനെല്ലാം കാരണക്കാരൻ ദബ്ബൻ തന്നെയാ. ഞാനോ? പിന്നെ ഞാനാ? ഞാനത് എന്താ സംശയം? എന്താ മക്കളെ ഇത്? നല്ലൊരു സ്ഥാപനം കയ്യിലുണ്ട്. അത് നടത്താതെ കണ്ട തട്ടിപ്പ് പരിപാടികളുമായിട്ട് ജീവിതം എങ്ങനെ നശിപ്പിച്ച് കളയണോ? സ്ഥാപനോ? എന്ത് സ്ഥാപനം? പോയി എവിടെ? ആത്മാവപ്പോ എന്റെ അച്ഛനെ കുറിച്ച് വിവരം വെച്ചിട്ടുണ്ടോ? പറഞ്ഞ കാര്യണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? ഐശ്വര്യമുള്ള പേരാ, അത് മാറ്റണ്ട. ക്ലാസ്സിന് ചെറിയൊരു മാറ്റം വരുത്തണം. എങ്ങനെ? എൻട്രൻസ് കോച്ചിങ് ക്ലാസ്. എൻട്രൻസ് കോച്ചിങ് ക്ലാസ് എങ്ങനെയുണ്ട്? എടാ, അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പാളാകാൻ പറ്റൊരാളുണ്ട്. അതാരാ? ഈ ഞാൻ തന്നെ. അയ്യോ, നോക്ക്, ഇന്നാക്കിയില്ല ഒരു ഉറുപ്പ പൈസ ആയിട്ടില്ലോ. അല്ല, അത് നമുക്ക് ആലോചിക്കാം. പെട്ടെന്ന് ആലോചിക്കണോ? എനിക്ക് 100 കൂട്ടം പണിയില്ലാത്ത ഒരാളാണ് ഞാൻ, മനസ്സിലാക്കണേ. പറ്റിയ സ്ഥലം ഒന്ന് മൂത്രമൊഴിക്കോടാ. ആരാ ഈ പാദയാത്ര? തെമ്മാട് ബുക്കിലെ യൂണിയൻ നേതാവാ. ആ വൃത്തിയിട്ടാണ്. ഹലോ ഹലോ, അവിടെ എന്താ പരിപാടി? ആരാ? ബാക്കി പിന്നാട്ടെ.
എടാ താണ്ടോ നമ്മുടെ പഠിപ്പിക്കാത്ത സാറുമാരാ. രണ്ടും കാറ്റുകളെ ഇറങ്ങിയായിരിക്കും. അല്ല, ഞങ്ങൾ ഇവിടെ ഒരു കാര്യപ്പെട്ട ചർച്ചയിലാ. ഈ കോളേജ് വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലെങ്ങനെ ആണോ? കോളേജ് വീണ്ടും തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലാ. എടാ ഇവര് വീണ്ടും തുടങ്ങാൻ പോകുന്നത്. ആശംസകൾ ആശംസകൾ. അതിരിക്കട്ടെ, എന്നാ പൂട്ടുന്നേ? എങ്ങനെ? അല്ല, നിങ്ങൾ ആയതുകൊണ്ട് ചോദിച്ചതാ. അതെ, വളച്ചു കേട്ടില്ല. അത് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഈ കോളേജ് വിൽക്കുന്നോ? എന്ത് 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 നിങ്ങൾ ഈ കോളേജ് കൊടുക്കുന്നെങ്കിൽ റെഡി ക്യാഷ് ഞാൻ എടുത്തോളാം. എന്തിന്? അതെ, എനിക്ക് സാൻഡോയെ പ്രിൻസിപ്പൾ ആക്കണം. ഇവനാകുമ്പോ എനിക്ക് ഇവിടെ പഠിക്കാം. ഇവനായോണ്ട് എന്നെ ഒന്നും പറയല. എനിക്ക് ഇവനെ എന്ത് തരുമെന്ന് വിളിക്കാം. അപ്പൊ ഞങ്ങളാ? നിങ്ങള് ഇവരും വേണേ ഇവിടെ പഠിപ്പിച്ചോട്ടല്ലേ? അപ്പൊ നിങ്ങളെ എനിക്ക് എന്ത് വേണേലും വിളിക്കാം. വേണമെങ്കിൽ തന്തയ്ക്ക് വരെ വിളിക്കാം. തന്തയ്ക്ക് പറയുന്നോടാ. ചേട്ടനെ തൊട്ടാൽ ചേട്ടൻ തൊട്ടാ നീ എന്ത് ചെയ്യണം? വിളിച്ചാലും പോടാ. അത് കാര്യാക്കണ്ട. ആ തീട്ടങ്ങനെ പലതും പറയും. പോവാൻ പറ. അതെ, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാണ് എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അയ്യോ, പ്രിൻസിപ്പൾസാ കൊണ്ട്. പാടാ. ഇല്ലല്ലോ, അവിടെ ചോര വരുന്നുണ്ടല്ലോ. അൽഫോൺസ് മോള് എന്താ അച്ചു? ഒന്ന് ഇനി മോള് അത് തന്നെ ഒന്നുകൂടി വായിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 1 2 3.
ചെറുത്തുമില്ലേ? ഓ ഓട്ടം 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 ഓട്ടം. ഒരു പ്രിൻസിപ്പാളായി കഴിഞ്ഞാലേ ഓടാണ്ട് ഇപ്പഴാ മനസ്സിലായത്. അല്ല, ഈ പ്രിൻസിപ്പളാണ് നീ എന്നെ തീരുമാനിച്ചോ? തീരുമാനിക്കണ്ട ഞാനല്ലാണ്ട്. ഇതെന്താ അറിയോ, നമ്മളെ നാട്ടില് മൊത്തം പരസ്യം അതിനുവേണ്ടി വെക്കുന്ന എങ്ങനെയുണ്ട്? ഇവിടെ എൻട്രൻസ് കോച്ചിനെ പഠിപ്പിക്കുന്നത്. കോച്ചിങ്ങിനല്ലേ? നാക്ക് ആ അതിന്റെ ഇടാച്ചിട്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഷുവറല്ലേ? പ്രിൻസിപ്പാലല്ല, ചായ. എടോ 2 പാ വേണം. ഇത് ഈ പായന്റെ പ്രശ്നം എന്താ വെച്ചാൽ മേലിടാനുള്ള പായാണ് താഴെ ഏത് പായാന്ന് കൺഫ്യൂഷൻ വന്ന് അത് എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഇതിന് മാറ്റി അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുക. മാറ്റി അടിക്കാൻ ഞാൻ പൈസ തരൂല കേട്ടോ. എന്താ വെറുതെ സ്വഭാവോ? നമ്മളൊരു സ്ഥാപനം നടത്തല്ലേ ഭരത. ഞാൻ പ്രിൻസിപ്പാളാവാൻ തുടങ്ങിയ സമയത്ത് ഈ ചൊറിച്ചില് ഇത് നല്ലതല്ല മോനെ. ഈ സ്വഭാവം നല്ലതല്ല. എടാ ഇങ്ങനെ അസൂയ പാടില്ലേട്ട ഭരത. ചെല്. അതെ, ടൗണിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നിന്റെ ബൈക്കിന്റെ കീ ഉണ്ടാ? ഒരു പ്രിൻസിപ്പാളാണ് ഡാ പോടാന്നുള്ള വിളിയൊക്കെ വീട്ടുകാരെ വിളിച്ചോണ്ടി. മനസ്സിലായോ? പോ. ഇതൊക്കെ മുളയിലെ നുള്ളിയിലെ തലേ കയറും. തലേ കയറി തുടങ്ങിയല്ലോ. പുലിവലാക്കോ പണ്ടാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട സ്ഥാപനം പ്രതിഭ ട്യൂട്ടോറിയൽസ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈ നാട്ടിലെ നാടിന്റെ അഭിമാനമായ ഭാവി മുകുളങ്ങളായ മുളകോ മുകുളങ്ങൾ അതെ മുകുളങ്ങളായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രതിഭ ട്യൂട്ടോറിയൽസിലെ അധ്യാപകർക്കും നമ്മുടെ ടീച്ചർമാർക്കും മാഷുമാർക്കും കുട്ടികൾക്കും നല്ല ഉഷാറും ഉന്മേഷവും കൊടുക്കാൻ ചായയും പലഹാരങ്ങളുമായി മനോജ് ടീച്ചർ ഹവിൽദാർ ശിവരാമൻ. ഒരു പട്ടാളക്കാരനോട് അച്ചടക്കത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട സാർ, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തുസൂക്ഷിക്കാണ് അച്ചടക്കം. അത് എന്നെ കണ്ടാൽ തന്നെ അറിയാലോ. മിലിറ്ററിയാണ്. മദ്യപാനം ഉണ്ടോ ചോദിക്കും. ഇവരെ കേട്. ശിവരാമൻ മദ്യപിക്കാറുണ്ടോ? ഇല്ല സാറേ, പൊട്ട് കണ്ടറിയാൻ പാടില്ലേ. തീരല്ലേ? ഈ അച്ചാർ തിന്നും. ചെറുപിനെ കഴിക്കാം. ഈ പല സ്ഥലങ്ങളിൽ വരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോണം. വീട്ടിൽ പോകേണ്ട ശരി. ഇവരൊക്കെ നമ്മൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മള് ഇവരെ പല പല സ്വഭാവത്തിലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇവരെ മേയിച്ചെടുക്കാൻ നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങളെ ജോലി, ടാസ്ക്. ആദ്യം ആൺകുട്ടികളുടെ ശിവരാമനും പെൺകുട്ടികളുടേത് ജോഡോമേരിയാണ് ചെയ്യേണ്ടത്. എന്താണ് ഒരു കാര്യം ചോദിക്കാൻ? അവസാനം നിന്ന സ്ഥാപനത്തിൽ നിന്നും എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്? പറയൂ. വല്ല കാര്യമുണ്ടോ? അതെ, റിസൈൻ ചെയ്യുന്ന പറഞ്ഞ പറഞ്ഞു കിട്ടുന്നല്ല, തനിയെ പോകുന്ന. കരയണ്ട. നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്. എല്ലാ കാര്യത്തിലും ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാനും കാര്യം ഞാൻ പ്രിൻസിപ്പൽ ആണല്ലോ. ഞാൻ പ്രൊപ്പറേറ്റർ, കുറച്ച് മേലെ. ശേഖരൻ മാഷിന്റെ പ്രതിഭയില് മാഷിന്റെ മോൻ കോച്ചിങ് ക്ലാസ് തുടങ്ങുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവിടെ ചേർന്നാലോ? ഞാനത് അച്ഛനോട് പറയാനിരിക്കുമായിരുന്നു. ആദ്യം അഡ്മിഷൻ എടുക്കണ 10 പേർക്ക് ഫീസിന് കുറവുണ്ടെന്ന് ഞാൻ നോട്ടീസിൽ കണ്ടു. ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അമ്മേ വിശക്കണു, കാപ്പി എടുത്ത് വെച്ചേ. പോയി കുളിച്ചിട്ട് വാ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. അതാണ് നമ്മുടെ ഈ സ്ഥാപനത്തെ കുറിച്ച് സംസാരിക്കാനായി പ്രതിഭ ട്യൂട്ടോറിയൽസ് പ്രിൻസിപ്പൽ ശ്രീ പ്രദീപനെ ക്ഷണിച്ചോളൂ. കുട്ടികളെ, നിങ്ങൾ ഈ പരീക്ഷനെ തീരെ പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള അനുഭവമായിരിക്കും. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം ഇവിടെ ഉണ്ട്. എന്താണെന്നറിയോ? വൈഫൈ. അതിവിടെ ഉണ്ട്. കൂടുതൽ രസങ്ങൾ, കുറച്ച് പഠിത്തം. ചിലര് ചവച്ചോണ്ടേയിരിക്കും. ഒരു പോത്ത് 24 മണിക്കൂറും ചവച്ചോണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട്
പോത്തിന്റെ പല്ല് വെളുക്കുന്നില്ലല്ലോ. ഞാനൊരു പ്രിൻസിപ്പൽ മാത്രമല്ല, ഒരു ഡെസീൻ കൂടിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പോത്ത്. ഇത് MRF അഥവാ മായ രേവതി ഫെമിന. ഈ സമർത്ഥരായ ടീച്ചർമാരാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇവര് നിങ്ങളെ പേടിപ്പിക്കുന്ന, ടെൻഷനാക്കുന്ന ഈ പരീക്ഷ ജയിച്ച് കയറാൻ സഹായിക്കുന്നുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെയും ഊർജം എന്ന് പറയുന്നത് അതിന്റെ ഫീസ് കളക്ടിംഗ് പോയിന്റുകളാണ്. നിങ്ങൾക്ക് എപ്പോ വേണേലും ഫീസ് അടയ്ക്കാനായിട്ട് ഈ ചിനുവിനെ സമീപിച്ചാൽ മതി. ലേനു, അത് ഇങ്ങനെ വേണ്ടി അടയ്ക്കാം. ഫുള്ളായിട്ടോ ഹാഫായിട്ടോ ക്വാർട്ടർ എങ്ങനെ അടിക്കാം. അല്ല അടയ്ക്കാം. അല്ല, പ്രതിഭ സാർ ഉദ്ദേശിച്ചത് ഫീസ് ആയം തന്നെ വേണേ ഫുൾ ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ കോഴ്സ് പകുതി ഹാഫ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ 1/4 ആയിട്ടും അടയ്ക്കാം. ഞാനത് ഉദ്ദേശിച്ചു, മനസ്സിലാവണ്ടേ. പിന്നെ ദൂരത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിലാണോ? ഹോസ്റ്റലല്ല, വീട്ടില് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഓക്കെ. മേരി ഏലിയാസ് ജൂഡോയും ഹവീൽദാർ ശിവരാമനുമാണ് അവിടുത്തെ കെയർ ടേക്കേഴ്സ്. അല്ല സാറേ, മേരി ഏലിയാസ് ജൂഡോ ഇത് 3 പേരാണ്. അത് ഒരാളാണ്. ഇംഗ്ലീഷ് അത്ര വശമില്ലാന്ന് തോന്നുന്നു. മേരി അഥവാ ജൂഡോ മേരി, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞോന്നുള്ളൂ. അല്ല, പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ. ഇതില് അൽഫോൻസ വിനയ് എന്നിവരുടെ പേരൻസ് മാത്രമാണ് വീടടുത്തായതിനാൽ ഡേ സ്കോളേഴ്സ് ആവാന്ന് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ പഠന സൗകര്യത്തിന് വേണ്ടി അവരും അടുത്ത ദിവസങ്ങളിൽ തന്നെ തങ്ങളുടെ മക്കളെ ഇവരോടൊപ്പം നിർത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതെ സാർ, ഞങ്ങൾക്ക് അവള് ഒറ്റ മോളാ, ആണായിട്ടും പെണ്ണായിട്ടും. ഇത്രയും കാലം വീട്ടിൽ നിന്ന് അവള് മാറി നിൽക്കുന്നതിലൊരു പ്രയാസം, അത്രേ ഉള്ളൂ. സാറേ, അടുത്ത ആഴ്ച തന്നെ വിനുവിനെ ഇവരുടെ കൂട്ടത്തിൽ ചേർത്തോളാം. എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ നന്നായി പഠിച്ച് നല്ല ജോലി നേടി നന്നായി ജീവിക്കണം തന്നെയാണ് ആഗ്രഹം. അതിനാണ് ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വേർതിരിവില്ലാതെ ഓരോ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത്. അതായത് മക്കള് മിടുക്കരാവണം. എല്ലാവരുടെ ആഗ്രഹം അതാണ്, ശരിയല്ലേ? ആ ആഗ്രഹം സഫലമാവട്ടെ, അല്ലേ? മധുരം നൂറുന്നോണ്ട് നമുക്ക് കൊടുത്തു. താങ്ക് യു. താങ്ക് യു. കഴിച്ചോളൂ. വീട്ടിൽ നിന്ന് എഴുതി പഠിച്ചു തട്ട് അല്ലേ? ചെറുതായിട്ടൊന്ന് പഠിച്ച്. ഞാനൊന്നും പറയുന്നത് ചിലതൊക്കെ അബദ്ധമായിട്ട് ശ്രദ്ധിക്കണം. നീ അധികം മിണ്ടണ്ട, നീ മൊത്തം കൊള്ളാക്കേന്. ഞാൻ ഇടപെട്ടോണ്ട് രക്ഷപ്പെട്ട്. ഞാനെന്ത് കൊള്ളാക്കി? ഞാൻ കറക്റ്റ് മണിമണി പോലെ പറഞ്ഞ് കുട്ടികളൊക്കെ ആകാംക്ഷയിലേക്ക്. നീ അധികം സംസാരിക്കരുത് കേട്ടാ. പ്രിൻസിപ്പൽ ആണ് പോലും നല്ല ആണ് കേട്ടോ. ചിന്നു, ഇവരെല്ലാരും തൃപ്തിപ്പെടുത്തിയ ഒരു സ്ഥാപനം നടത്താൻ പറ്റുമോ? അതില്ല, അതാണ്. ചിന്നു അമ്പലത്തിൽ പോയോ? പൊട്ടോ തൊട്ടോ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അത് നല്ല വർക്കൗട്ടിന്റെ ജിമ്മ്. അതല്ല സാർ, സാറിന്റെ ബാക്ക്. ഞാൻ പറയുന്നത് വെറുതെ മുന്നി ചിന്നു ആ കസര അങ്ങോട്ടാ. സോറി കേട്ടോ. എന്തിന്? ഞാന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ വിചാരിച്ചില്ല. എന്ത് പരിപാടി? ഞാൻ ജിമ്മിലേക്ക് പോയി ബോഡി സെറ്റാന്നിങ്ങനെ ചിന്നു പറയായിരുന്നല്ലോ. ഇത് മറ്റവന്റെ പണിയാ. എനിക്ക് ആ സംഭവം മനസ്സിലായിട്ട് ഇത് തന്നെയാണ് ഓന്റെ പരിപാടിയാ. സോറി കേട്ടോ, ഞാൻ വിചാരിച്ചു. എന്തിനാ സോറി? എന്തിനാ? അല്ലേ ബബിൾക്കല്ലേ? ആ ബബിൾക്ക് സോറിന്റെ ആവശ്യം എന്താ? ബബിൾക്ക് തന്നെ സോറി പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ബേജാറാക്കിയ ഞാൻ ഫുൾ ഫ്രീ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ബേജാറാവലുമില്ല. ഞാൻ ഫുൾ ടൈം എങ്ങനെയാ ബബിൾ കൊട്ടിച്ചേരി. ഞാൻ എന്തിനാ ബേജാറാവണ്? കുറെ നേരം ഈ ബബിൾക്കം കളി തുടങ്ങിയിട്ട്. ഇല്ല സാർ. ശരി, ഇനി വർക്ക് തുടങ്ങിക്കോ. പ്രതിഭ സാർ ഭയങ്കര തള്ളാണല്ലേ? ഇനി എക്സാം കഴിയുന്നവർ ഇതെങ്ങനെ പിടിച്ചിക്കോന്നാണ് ആലോചിക്കുന്നത്. നിങ്ങളൊക്കെ ഇവിടുത്തെ താമസോ? കോളേജ് ഹോസ്റ്റലാകുമ്പോ നമുക്ക് അത്യാവശ്യം കമ്പനി സ്റ്റഡി കിടക്കുമല്ലോ. അതിന്റെ കൂടെ ചെറുതായിട്ടൊരു ചൂട്ടോ. ഞാൻ പഠിപ്പിച്ചരാ. വേണ്ട, നിങ്ങൾക്ക് ഓക്കെ അല്ലേ ഇവിടെ? ഞങ്ങൾക്ക് ഓക്കെയാണ്. വിനയ്, കുട്ടിയല്ലേ ഇന്ന് രാവിലെ പള്ളി പാട്ടോടിയത്? അതെ, ഞാൻ കേട്ടിരുന്നു.
സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. അതെങ്ങനെ ഇടവകപ്പള്ളിയാ? അതിനടുത്താ വീട്? അല്ല, ഞാൻ അതാ വഴി പോയപ്പോ കേട്ടതാ. ശരി. ശരി. എന്തായാലും തുടക്കം ഗംഭീരം. ഈ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാ. തുടക്കം ഗംഭീരടാ, ഗംഭീരം. അതല്ലടാ, പിന്നെന്താ? നമ്മുടെ പ്രതിഭ ട്യൂട്ടോറിയൽസ് നന്നായിട്ട് ആരംഭിച്ചു. കലശം കുറച്ചുകൂടി കൂടണം. അതെന്തിനാ? എടാ, നമ്മൾ സെറ്റപ്പ് മൊത്തം മാറിയില്ലേ? ഇനി കഞ്ഞിയും പയറും പപ്പടം കഴിക്കാൻ പറ്റുമോ? നമ്മൾ മൊത്തം മാറി. ചിക്കൻ, മട്ടൺ, ഹൈ ഫുഡ്. അതൊന്നും വേണ്ട. ഇത്രയെങ്കിലും കുട്ടികൾ ചേർന്നത് എന്റെ അച്ഛൻ നല്ലപോലെ നടത്തിയ പേരുള്ളതുകൊണ്ടാ. നമ്മളായിട്ടത് കളഞ്ഞു കുളിക്കരുത്. അഴി പേടിക്കണ്ട, ഞാനല്ല പ്രിൻസിപ്പാള്. അല്ലടോ, നമ്മളെ കോളേജത്തെ ടീച്ചേഴ്സിനൊക്കെ ചേർന്ന് ഒപ്പിച്ച് അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് നമുക്കൊരു നേരം പോക്ക് വേണ്ടടാ. എന്റെ പഴയ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലടാ കള്ള. കുഴിമന്തിണ്ടോ? ഉണ്ട് സാർ. 2 കുഴിമന്തി പാർസല് വീട്ടിലേക്കാ. 5 മിനിറ്റ് സാർ. 5 മിനിറ്റ് സാർ. 5 അല്ലേ? ഓക്കെ. അതാർക്കാട്ടോ കുഴിമന്തി? എനിക്ക് തന്നെ ഇവിടെ പല എത്ര കാലായിട്ട് റോഡിലോട്ട് അൽഫാമിന്റെ കുഴിമന്തിന്റെ ബോർഡ് വായിൽ വെളിച്ചെടുക്കണത്. ഇവിടെ നമ്മുടെ കയ്യിൽ പൈസ പട്ടിയുടെ കൂടെ തിരിഞ്ഞു നോക്കണ്ട. ഇപ്പൊ നാട്ടുകാർക്ക് നമ്മളോട് അസൂയ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഉയർച്ചയിലേ പുതിയ കോളയൊക്കെ തുടങ്ങിയത് കേട്ടല്ലോ. കടം വാങ്ങിയ കാശെടുക്ക്. തുടങ്ങിയിട്ടില്ലല്ലോ, തരാ. എന്നാലേ ഞങ്ങൾ 4 പേര് കഴിച്ച ഫുഡിന്റെ ബില്ലുണ്ട്, അതും കൊടുത്തേക്ക്. സാർ, കുഴിമന്തി. ഈ കുഴിമന്തി തിരിച്ച് കുഴിയിൽ എടുക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? പറ്റൂല സാർ. പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇനി ആ കുഴിയിലാണ് മുടിക്കാള്. സാർ, ബില്ല് ആ കുഴിയിൽ മുടിക്കാള്. ഇതൊക്കെ മേരി ചെയ്യേണ്ട പണിയാണ്. പിന്നെ അവൾ അടുക്കളയിൽ കയറില്ല, പട്ടിണിയായി പോകും. അതുകൊണ്ടാ. ഇതിലൊക്കെ പൂ മാത്രമുള്ള കായില്ലേ? അതെ, ഇനി കായില്ലെങ്കിൽ വെള്ളം ഒഴിക്കലോട്ടെ ഞാൻ. ഇതെന്താണ്? ഇതെന്താണിത്? ഇത് അമ്പലമൊന്നുമല്ല തേങ്ങ കൊടുക്കാൻ. ഒരു നല്ല കാര്യത്തിന് വന്നല്ലേ, നന്നായിട്ട് തുടങ്ങാലോ. നല്ല കാര്യം? എന്ത് നല്ല കാര്യം? വീട്ടില് ഒരു ഡോക്ടർ ഉണ്ടാകാൻ പോയില്ലേ? അതെ, എന്താ ഒരു ഒച്ചപ്പാടും പോളോ? തേങ്ങ പൊട്ടിച്ചത് അവര്. തേങ്ങ പൊട്ടിക്കേ? ഇവിടെയാ? ഇവരുടെ വീട്ടിൽ സ്ഥലമൊന്നുമില്ലേ? കാര്യം ചോദിക്കട്ടെ. അതെ, ഇത് എന്റെ മകൻ ഹരിനാരായണൻ. ഇതാ കണ്ടാ ചേട്ടനാണെന്ന് തോന്നുള്ളൂ. അതല്ല, ഇത് ഇപ്പൊ കറക്റ്റായി. ഇവനെ കൈന കോളേജ് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ അതെ. അയ്യോ, അല്ല, മനസ്സിലായില്ല. നിങ്ങൾ ആരാ? ഞാൻ ശിവരാമൻ, ഇത് ജൂഡോമേരി. ഞങ്ങൾ ഇവിടുത്തെ കെയർ ടേക്കർമാരാ. ശരിക്കും കൂടി മനസ്സിലായില്ല. അതായത് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ആൾക്കാർ. അതെ, കാര്യസ്ഥനല്ല, കെയർ ടേക്കർ. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളാണല്ലോ നോക്കണേ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ കാര്യസ്ഥ, ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ ഞാൻ അവിടുത്തെ കാര്യസ്ഥ. സെയിം പിഞ്ച്. അപ്പോഴേ കാര്യസ്ഥ തന്നെ അല്ലടോ ഇയാളെ. ഞാൻ കെയർ ടേക്കറാണ്. എന്തെങ്കിലും ആവട്ടെ, എന്റെ ഉണ്ണിയെ നല്ലോണം ശ്രദ്ധിക്കണം. അതെന്താ, ഇവനെ കാണാണ്ട് പോകും? അതല്ല, ഭയങ്കര നാണക്കാരനാ. ഈ പെൺകുട്ടികളോടൊന്നും മുഖത്തെ അശേഷം നോക്കില്ല. എന്നെ പോലെ തന്നെയാ. അപ്പൊ മുഖത്ത് നോക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പളേ മോളെ മേരി. മേരിയാ? നിങ്ങളാ മേരി? അല്ല, ഞാൻ ശിവരാമൻ. അപ്പൊ ഇത് മേരി. ഇതൊക്കെ അത്തേടത്തേക്ക് പറയാറായില്ലേ? ഒരു ബേക്കറി എടുക്കാനുള്ള അത്രയുണ്ട്. നേരത്തെ പറയണ്ടേ? ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. ഹായ് ആൽഫോ. ഹായ്. നമ്മുടെ ഒരു കറക്റ്റ് ടൈമാലോ. എന്ത് ടൈമാണ് വരാറ്? പറഞ്ഞ സ്ഥലം പറയണ്ട, ഒക്കെ അറിയാം. അന്നെ എന്തിനാണ് വിളിക്കണേ? ഞാൻ എന്റെ വാപ്പാനെയാണ് വിളിച്ചത്. അയ്യേ, വാപ്പാന്ന് വിളിക്കാൻ കണ്ട ഒരു സാധനം. എന്നെ എടുത്ത് ചാടിച്ചു. ചാടാനല്ല, കോലൊന്നും ചാടിക്കാൻ.
എന്നാണ്ട് ഓലെ തലയിലൊന്ന് വെച്ച എനിക്കിതിന് വേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. വണ്ടിക്കൂലിയാ? ഞാൻ സോഫിയ തലശ്ശേരി ഇതല്ലേ കോളേജ്? കേറി കേറി പൊക്കോളി. ഗുഡ് മോർണിംഗ് സാറേ. എന്തേ എങ്ങടെ തിരക്കിട്ടിട്ട് ചായ കൊടുക്കാൻ? എന്റെ പൊന്ന് മനോജ, ഈ എന്റെ ഷോപ്പിൽ ഒരു ചെമ്പ് ചായ കാച്ചി അത് മൊത്തം ഇവിടെ വിറ്റലാക്കാൻ നിൽക്കരുത് കേട്ടോ. ഇത് നിങ്ങളെ പെരുവേർ നിറയ്ക്കാനുള്ളതല്ല. അകത്ത് പണിത്ത് ക്ഷീണിച്ചൊരു പെണ്ണുണ്ട്, ഓൾക്കാണ്. എടോ, പണിയെടുത്ത് ശീലിക്കാത് കരിങ്കൽ കോരിയല്ല, ഞാനൊരു ട്യൂട്ടോറിയൽ നടത്തുകയാണ്. ഒരു മനസാക്ഷി നിങ്ങൾക്ക് നേരെ നോക്കി മനസാക്ഷി സൂക്ഷിപ്പേരാ. എന്താണ് സൂഫിയ തലയില? സോഫിയ ഏതൊക്കെ സ്റ്റുഡന്റാ? ഞാൻ അവിടുത്തെ ടീച്ചറാണ്. ടീച്ചറാ? എന്റെ ഉമ്മയാ. നന്നായി. നീ പോയി പഠിച്ച് ഡോക്ടറായിട്ട് വന്നാ മതി. ഞാൻ പഞ്ചായത്തില് ഒരു സ്വീകരണമൊക്കെ ഒരുക്കണുണ്ട്. ഒന്നുമില്ല, ഞങ്ങള് സ്വീകരണം പോയി സെറ്റ് ആയിക്കോളി. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കണ്ടുവിടാം. ഉണ്ടാക്കടോ. ശരി സർ. എന്നാ ടീച്ചറെ നമ്മളങ്ങട്ട് കഷ്ടം. ഞാൻ സോഫിയ തലശ്ശേരി. ബാഗ് ഇറക്കി വെച്ചേ. ഹായ്. ഹലോ. ഇരിക്ക്. അളിയാ കൊള്ളാലോ. പറയാനുണ്ടാ? അടിപൊളി. താങ്ക് യു സാർ. മിനിമം ഒരു UP സ്കൂളിന്റെ നിലവാരെങ്കിലും കാണിക്കും. അറിയാണ്ട് വിട്ടുപോയതാ സാറേ. മിണ്ടരുത്. ഇതിൽ കുറച്ചു പേരെങ്കിലും ഒരു നിലയിലെത്താനുള്ളവരാ. ഇവനെ പോലെ ഒറ്റ മതി മൊത്തം നശിപ്പിക്കാൻ. ടീച്ചർ പേടിക്കണ്ട, 2 മണിക്കൂർ നീ പുറത്തു നിന്നാ മതി. കുട്ടികളോട് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കുട്ടികളോട് മാത്രം. അച്ചടക്കം എനിക്ക് നിർബന്ധമാണ്. കടുത്ത നടപടിയെടുക്കാൻ എനിക്കൊരു മടിയുമില്ല. ഈ അവർ കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. ടീച്ചർ വരണം. ഞാനത് പറയാൻ വന്നതാ. Water for our basic needs, including our food. അൽഫു, നിന്നെ കാണാൻ ഉറക്കം വരുന്നില്ലടി. ഓ പിന്നെ ഒന്ന് വാടി. എല്ലാരും ഉണ്ടല്ലോ. അതെ അതെ വരുന്നു. കേറിയിരിക്കും മക്കളെ. ഹായ് ഗായ്സ്, എന്താണ് പരിപാടി? ഇങ്ങനൊരു പരിപാടി ഇവിടെ ഉള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ നിങ്ങൾ ഇവിടുന്ന് പോലല്ലോ. മക്കളെ എടുത്ത് കഴിക്കും. ഡ്രസ്സിലൊക്കെ ആക്കി. ഹോസ്റ്റലിലെ താമസമൊക്കെ എങ്ങനെയുണ്ട് മക്കളെ? സുഖല്ലേ? അതിന്റെ കാര്യം പറയാനാ നമ്മൾ ഇവിടെ വന്നെ. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ മാർക്സ് വാങ്ങി പാസ്സായത് അൽഫോയാ. ഇവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കമ്പൈൻ സ്റ്റഡിയൊക്കെ സൂപ്പർ ആയിനെ. എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷേ ഇവളുടെ അപ്പനും കൂടെ സമ്മതിക്കണ്ടേ? അപ്പനോട് ഞങ്ങ പറഞ്ഞോളാന്നേ. ആഹാ, ഇതെല്ലാരും ഉണ്ടല്ലോ. ഒന്ന് ചോദിക്ക. നിങ്ങളെല്ലാരും കൊറേ നേരമായോ വന്നിട്ട്? ഇല്ലെങ്കിൽ ഇപ്പൊ വന്നേ ഉള്ളൂ. അൽഫോൺസിനെ ഹോസ്റ്റലിലാക്കോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ? ഇവിടുന്ന് 10 മിനിറ്റ് പോരെ കോളേജിലേക്ക് എത്താൻ. അതല്ലേ ഇവളോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നേ.
ആന്റി പറയണതേ അപ്പം സമ്മതിക്കണോന്നാ. ഇവക്ക് രാത്രി മോളെ കാണാതെ ഉറങ്ങാൻ പറ്റൂല. അല്ലാതെ എന്റെ സമ്മതമൊന്നും വേണ്ടിയിട്ടല്ല. അങ്കിളെ പ്ലീസ്, ഇവളുണ്ടെങ്കിൽ ഒരു അപാര കോൺഫിഡൻസ്. കുറച്ച് ദിവസമല്ലേ ഉള്ളു. നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അവള് വന്നോട്ടെ, ഞാനെന്തിനാ എതിർക്കുന്നത്? ഹായ്, അപ്പം സമ്മതിച്ചടി. അങ്കിൾ ഈ അവർ ക്ലാസ്സില്ലേ? ഇല്ല, ഇന്ന് നേരത്തെ പോണം. ചായ ചായ. ഈ ചായക്ക് മധുരം ഇല്ലല്ലോ. ഇങ്ങനെ കൊടുക്കണ മുതലാണല്ലോ, അപ്പോഴാണ്. മധുരം ഉണ്ടല്ലോ. നല്ല ചായ കേട്ടോ. വെറുതെ ഒരാളെ കുറ്റം പറയാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ആരായിരുന്നു? ഞാൻ ലക്ഷ്മികാന്തൻ. കുറച്ച് ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ ഒരു ഒഴിവിന്. പക്ഷെ ഞാനത് വിവരം അറിയിക്കാന്നല്ലേ പറഞ്ഞത്. അല്ല, ഇവിടെ നിന്നല്ല ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന് ജോയിൻ ചെയ്യാൻ. ഹോ, നന്നായി. പൈസന്റെ കാര്യം എന്നാ പറഞ്ഞിരുന്ന? ഇല്ല, നേരിട്ട് വന്നിട്ട് പറയാന്നാ പറഞ്ഞു. വളരെ നന്നായി. ഭരത് സാറ് പുറത്തു പോയതാ, കുറച്ച് കഴിയുമ്പോഴേക്കും വരും. എന്താ പറയാ, ക്ഷീണൊക്കെ തീർത്താ? പൈസ ഞാൻ ഭരതമാഷ കയ്യിൽ കൊടുത്താണല്ലോ, കിട്ടിയില്ലേ? ഈ ഭരതമാഷ്ക്ക് ഭയങ്കര മറുതിയാ, പക്ഷെ പാവാ, ശുദ്ധനാ. എന്താ മനോജേ? നമ്പർ അടുത്തിറക്കലി പൈസ എന്തെങ്കിലും പച്ചവെള്ളം തരില്ല. മനോജ, കുട്ടികൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നു തീർക്കാൻ പോകുന്ന എന്റെ പൈസയാണ്. ഫീസ് അടയ്ക്കും? അടയ്ക്കുന്നാണ് വിശ്വാസം. വരിട്ടോ. അത് മതി, ആശ്രമം മതി. വല്ലാണ്ട് കടുപ്പം കൂട്ടുണ്ടോ? കംപ്ലൈന്റ് പറയുന്നുണ്ട് പലരും. ഇത് ഭരതമാഷ അപ്പോയിന്റ് പുതിയ സ്റ്റാഫാ. പാവം, പച്ചപ്പാവോ. ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാനില്ല. ഈ ഒരു പണി അന്റെ ഷോപ്പിൽ ഇവനിരുത്ത്, എന്നിട്ട് എന്താ വേണ്ട കൊടുക്ക്. എടാ, ഈ സാറെ കൊണ്ടല്ലോ ഷോപ്പിൽ ഇരുത്തിയിട്ട് എന്താ വേണ്ട കൊടുക്ക്. ചായോ എന്താ വേണ്ട കൊടുക്ക്. ചെല്ല് മനോജ. ശരി. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? മനോജ് എന്തിനാ വെറുതെ? ഹലോ എങ്ങോട്ടാ? വീട്ടിലേക്ക്. ക്ലാസ് കഴിഞ്ഞാ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ചായ കുടിച്ചോ? ഓക്കെ, ശരി. ഇങ്ങനത്തെ ഒരു 10 സ്റ്റാഫുകളെ കിട്ടിയ ഞാൻ 2-3 കോളേജ് ഓർക്കും. നിങ്ങൾക്ക് ഈ ഭരതമാഷ നേരത്തെ പരിചയമാണോ? ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? പത്രത്തില് പരസ്യം കണ്ടിട്ട് വന്നതേനു. അങ്ങനെ ഈ ഭരതമാഷിന്റെ അച്ഛൻ ശേഖരൻ മാഷിന്റെ കാലത്ത് ഇത്രയും പേരുള്ള ഒരു സ്ഥാപനം വേറെ ഇല്ലായിരുന്നു. മൂപ്പര് പോയതോടുകൂടി ആ പേരും പോയി. ഇപ്പൊ കണ്ടാക്ക് ഞാൻ വന്ന് അത്ര ഇഷ്ടായില്ലാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളോട് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല. മൂപ്പരിക്കേ പൈസ കൊടുക്കണ കാര്യത്തിൽ മാത്രം കുറച്ച് ഇഷ്ടക്കേടുള്ളൂ. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. കുടി, കാലത്തിലോട്ട് എനിക്ക് 5 വയസ്സ് കിട്ടിയിട്ടില്ല. ഒരു 130 രൂപ. എന്തോ 130 രൂപ? കാശായിട്ട് വേണോ അനുഗ്രഹമായിട്ട് വേണോ? അനുഗ്രഹമായിട്ട് വേണ്ട, കാശായിട്ട് മതി. കാശാകുമ്പോ പെട്ടെന്ന് തീർന്നു പോകും. അനുഗ്രഹം ആകുമ്പോ ഉടനെ ഇങ്ങനെ കാലാകാലം വരെ കിടന്നോളൂ. അനുഗ്രഹം ഒരുപാട് കിട്ടിയ മനുഷ്യൻ. എനിക്കിപ്പോ കാശിനാ ബുദ്ധിമുട്ട്. ആ കാശായിട്ട് തരും. അങ്ങനെയാണെങ്കിൽ ഒരു ഇച്ചിരി താമസമുണ്ട്. ആയിക്കോട്ടെ. എന്റെ പെങ്ങളുടെ മോനെ അവൻ കുറെ കാലമായിട്ട് ഇവിടെ, അതുകൊണ്ടാ വേണ്ടെങ്കി വേണ്ട. ഒരു അനുഗ്രഹത്തിന്റെ വിലയല്ല. എവിടെ നിന്ന് കെട്ടിയെടുത്തതാണ് പഠിച്ചോളും. വേണ്ട, ഇത് എങ്ങോട്ട് കുത്തി കയറി പോവാ? ഇത് എന്തിനുള്ള പുറപ്പാടാ? 5000 രൂപ. 5000 രൂപ എന്ത് കാര്യത്തിന്? ഈ അലഞ്ഞിരിഞ്ഞ് നടക്കണ എനിക്ക് ഒരാവശ്യമില്ല പൈസക്ക്. ഈ ഓട്ടോക്കാരന് പൈസ കൊടുക്കണം. 5000 രൂപ. ഹരിദ്വാറിന് ഓട്ടോക്കാരൻ ഇങ്ങോട്ട് വന്നത്. 5000 ഓട്ടോ കാശ് ഞാൻ കൊടുത്തോളാം.
5000 കുണുവ. സ്വന്തം അമ്മാവനെ എത്ര ചേട്ടാ? 130 അല്ലേ? 150 പിടിച്ചോ. പോവല്ലേ, ഒരാൾ ചിലപ്പോ റിട്ടേൺ വരാണ്ടാവും. 5000 രൂപ മേടിച്ചിട്ടേ ഉള്ളു കാര്യമുള്ളൂ. അവിടെ തന്നെ കൊണ്ടുതന്നെ. നന്നായി വരട്ടെ. ഹരിദ്വാരിന്ന് കൊണ്ടുവന്ന പ്രസാദം ഇരിപ്പുണ്ട്, എടുക്കട്ടെ. പ്രസാദോ? പ്രസാദല്ല, പ്രസാദം. എടുക്ക. എന്താ കിടന്ന് പെങ്ങളെ ഇറക്കടാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ തിരക്കോടാ നീ. എന്തിനാ പെമ്പിള്ളേരായിട്ട് ഇവിടെ? എന്താ ഇവിടെ? ഇത് ഹോസ്റ്റലാണ്. ഏത് ഹോട്ടൽ? ഹോട്ടലാണെങ്കിൽ ഇവിടെ ബോർഡ് വേണ്ടേ? ഹോട്ടലല്ല, പിള്ളേര് പഠിക്കുന്നവർ താമസിക്കുന്ന ഹോസ്റ്റൽ. ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാ. ഞാൻ ഒന്ന് കയറട്ടെ. അവിടെ നിന്ന് അങ്ങനെ കയറാൻ പറ്റില്ല. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീയാണല്ലേ? അന്ന് നിനക്ക് താമസിക്കാവോ? ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിലിടയ്ക്ക് ഉണ്ടാക്കണം. എന്തിനാ ഇത് ഹോസ്റ്റൽ? ഇവിടെ പറ്റില്ല. എനിക്ക് ഹോസ്റ്റലായിരിക്കും, എനിക്കിത് ആശ്രമം. പരിപാടിക്ക് നേരെ തരാം. അത് ശരി. ഞാൻ പുറത്തായ ഈ കിളവനെ ഇവിടെ നിർത്തിയ എന്റെ കയ്യിൽ നോക്കി. എന്താണ് രാവിലെ തന്നെ കിണിച്ചോണ്ട്? പറയാം, നമ്മുടെ സൂഫിയ ബോധം കെട്ട് വീണു. ഒരാൾ ബോധം കേട്ടുമ്പോ കിടന്ന് ചിരിക്കാനാണോ വേണ്ടേ? അതല്ല, പിന്നെ നമ്മുടെ പട്ടിന് സൂര്യാമസ്കാരം ചെയ്യണുണ്ട്. സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട്. എന്തിനാ ബോധം കെട്ട് വീണേ? ഇടി മണ്ടി, ഒരാൾ കോണം എടുത്തോണ്ട് സൂര്യാമസ്കാരം ചെയ്യണണ്ട, ആരായാലും ബോധം കെട്ട് വീഴും. മാറി നിൽക്കാൻ പോയി നോക്കട്ടെ. എന്ത് കാണാൻ? എടാ അതല്ല, അവള് ബോധം കെട്ട് കിടക്കണ പോയി നോക്കട്ടെ എന്ന്. മാറ്. ബോധം കെടാൻ മാത്രം നീ എന്താ കണ്ടത്? അങ്ങനെ ഇങ്ങനൊന്നും കണ്ടില്ല. പെട്ടെന്നൊരുത്തൻ തുണിയിലാണ്ട് വന്നപ്പം ഞാനൊന്ന് പേടിച്ചു. 4ാം ക്ലാസ്സിൽ തോറ്റ പിന്നെ ആദ്യമായിട്ട് ഒരു കള്ളക്കുടുത്തി വന്നു. എന്റെ അച്ഛന്റെ മുന്നേ പോലെ ഞാൻ കളഞ്ഞിട്ടില്ല. പറ്റും പറ്റും പറ്റും, അതൊക്കെ പറ്റും. എന്തിനും പെൺപിള്ളേർ വേണം മുമ്പിൽ നിൽക്കാൻ, അല്ലേ സാൻഡോ? Who are you? Who are you? You know him? No. He is a leader. Very weak leader of union. കണ്ടോ, ഇവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടോ? ഇവൻ സംസാരിക്കുന്ന പോലെ നിങ്ങളുടെ ഏതെങ്കിലും ഓജ സാറന്മാരെ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഞാൻ ഈ കോളേജ് മേടിച്ചാൽ ഈ സാൻഡോ സാറായിരിക്കും നിങ്ങളുടെ പ്രിൻസിപ്പാൾ. അതെ, ഞങ്ങൾക്ക് ഇവിടുള്ള സാറുമാർ എന്നെ ധാരാളാ. എടാ, ഇതുപോലെ ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടിട്ടും ഇവൻ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. എന്നാ എനിക്ക് തോന്നി. അത് നിങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടാ. മനസ്സിലായി. അല്ല പിന്നെ എന്റെ കൈയാണ് ഇത്. So many lines. Lucky girl. ഓ, അത് തന്നെ. ഇങ്ങോട്ട് നീട്ടി പിടിക്കേ. ഓ, പക്ഷെ ഒരു അപകട സാധ്യത കാണുന്നുണ്ടല്ലോ. അതൊരു പക്ഷേ പഴയ ബിൽഡിംഗ് ഇടിഞ്ഞു വീണാവാം. ചിലപ്പോ പഴഞ്ഞ സ്കൂളാവാം. ഇതിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണെന്ന് വരാം. പഴഞ്ഞ സ്കൂളല്ലേ. ഈ സ്കൂൾ എന്റെ കിട്ടിയാൽ ഞാൻ ഈ ഓട് മാറ്റി വാർക്കും. കൈ ഒന്നോടെ തന്നെ. പിന്നെ ഒന്നുകൂടെ പറയാം, ഈ സ്കൂൾ ഞാൻ വാങ്ങിയാ പിന്നെ അന്ന് എന്റെ ശവടക്കം ആയിരിക്കും. You mean funeral? ഫുണറലോ? എന്താ വല്ല തെറിയാണോ? മനസ്സിലായില്ല മനസ്സിലായില്ല. ഇവ മനസ്സിലായി. നിങ്ങളുടെ സാറുമാർക്ക് മനസ്സിലായില്ല. ഒന്നും അറിയാത്ത സാറുമാരാ. നിന്നോട് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് കാലുത്തിരുന്നത്. ആക്ച്വലി സോറി ചേട്ടൻ, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഓർത്ത് വന്നേ. നിന്റെ ചേട്ടായുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ കുട്ടികളെ ഉപദ്രവിക്കേണ്ട. പോടാ, എനിക്ക് പറഞ്ഞിട്ടില്ലേ? അതേ ദിവസം ചൊവ്വാഴ്ച പ്രിൻസിപ്പാലിന്റെ ഒടുക്കത്തൊരു ഇംഗ്ലീഷും അങ്ങോട്ട് അതും കൂടെ കൂട്ടിയാ ഞാൻ തുപ്പിയത്. നീയാള് കൊള്ളാലോടാ. ബെഞ്ചിന് മുകളിൽ വേണ്ട വേണ്ട വേണ്ട. എന്തെങ്കിലും ശരിയാക്കി തരാം. നമ്മുടെ പുതിയ സ്റ്റാഫാട്ടോ. ഓ, എന്താ പേര്? ലക്ഷ്മികാന്ത്. ടീച്ചറുടെ പേരെന്താ? മായ. കണ്ടിട്ട് പാവാന്നാ തോന്നുന്നേ. മനോജിന്റെ ചായക്കടയിലെ താമസം. എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ ദൈവ ചൈതന്യത്തെ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം. അതിൽ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ഞാൻ അലയുമ്പോഴും എന്റെ ഉപബോധ മനസ്സെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു,
ഉൾപ്പെടാട്ട നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ചാഞ്ചാട്ടമുള്ള മനസ്സുകൾ കേരളത്തിൽ നിന്നെയും കാത്തിരിപ്പുണ്ടെന്ന്. നീ അവരെ പോയി സമാധാനിപ്പിക്കുന്നു. ആ ഒരൊറ്റ കാരണത്താലാണ് ഞാനിവിടെ പറഞ്ഞെത്തിയത്. സ്വാമി, എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടോ? പിന്നെ എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടോ? മേരിച്ചിട്ട് നീങ്ങിയിരുന്നേ, സൂഫി ഇങ്ങനെ ഇറങ്ങി വന്നേ. മതസൗഹാർദ്ദമാണ് ഈ ഉൾപ്പെടാട്ടന്റെ ഏറ്റവും വലിയ സ്വാമി, എന്റെ തടി എനിക്കൊരു പ്രശ്നമാ. എനിക്കത് വിഷയമല്ല. ഈ തടി ഒന്ന് കുറച്ചു തരോ, പിന്നെ കുറച്ച് കാശ്. എന്താ സ്വാമി ചിരിക്കുന്നേ? ഐശ്വര്യ റായ്, ശില്പ ശെട്ടി, ജൂഹി ചൗള, ഇവരുടെയൊക്കെ തടി കുറച്ച് ആരാ? സ്വാമി ഉച്ചുലാനന്ദൻ, എന്റെ ഗുരു. അതിന്റെ ഒരു ചെറിയ ഗുണം എനിക്കില്ലായിരിക്കൂ. മേരിയുടെ തടി ഞാൻ കുറച്ച്. അത് മതി സ്വാമി. എക്സാമൊക്കെ അടുത്ത് വരാണ്. അപ്പൊ ഞങ്ങളെ കൂടി ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കിൽ. സൂഫി അങ്ങ് മാറിയിരി. അൽഫോൺസൊക്കെ ഒന്ന് ഇറങ്ങി വാ. ഒരു 4 അട്ട വിട്ടെ. ഡിസിഷൻ വേണോ? റാങ്ക് വേണോ? ഡിസിഷൻ ആകുമ്പോ ചെറിയൊരു കൂലിയല്ലേ നടക്കും. റാങ്ക് ആകുമ്പോഴത്തേക്കും എമൗണ്ട് ഇച്ചിരി കൂടും. ഹോമം തന്നെ നടത്തേണ്ടി വരും. പിന്നെ ഈ ആഴ്ചയുടെ ചെറിയ ഓഫർ ഉണ്ട്. ജസ്റ്റ് പാസിംഗ് ആണെങ്കിൽ 2 ചെത്തിപ്പ് ഇട്ടിട്ട് അങ്ങനെ ചെറിയ തോന്നിനെ നടത്താം. ഇതെന്താ മഹാമേള? തോക്കും. നാക്കാളുന്നു, രക്ഷയില്ല. പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ അനുഗ്രഹം, അതായത് ഓരോരുത്തർ സെപ്പറേറ്റ് അനുഗ്രഹിച്ച ചെലവും. ഇങ്ങനെ എല്ലാവരും വീഴ്ച അനുഗ്രഹിച്ച ചെലവ് കുറയും. അല്ല തിരക്കില്ല. സാധാരണ 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞ് പറയാ ഞാനിവിടെ ഉണ്ടല്ലോ. എത്ര കാലം ഉണ്ടാവും? മരണം വരെ. ഇനി എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കണ്ണടച്ചേ. കണ്ണടച്ച് പിടിക്കും. നന്നായിട്ട് കണ്ണടച്ച് അങ്ങനെ ദൈവത്തിൽ ധ്യാനിച്ച് എല്ലാവരും ദൈവത്തെ മനസ്സിൽ ആവശ്യമില്ല തള്ളിക്കയറി വന്നിട്ട് ഞാനൊരു വിധത്തിൽ ഒപ്പിച്ചെടുക്കുമ്പോ ഇനി എല്ലാവരും കണ്ണു ഭസ്മം ഇങ്ങനെ പയ്യ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ ഞെക്കി വരാനും. അതെ ഇങ്ങനെ അങ്ങ് തേച്ചാ മതി. ആ സാധനം എടുക്കാൻ അതെ നിങ്ങള് തനിയെ തേച്ചാ മതി. ഏതാ സാധനം? റമ്മാണ് കൊടുക്കണ്ടേ? സോഡ വേണ്ട. എന്നാ വാ. അപ്പൊ നമുക്ക് രാവിലെ ഇനി ദീപാരാധനയ്ക്ക് അറിയോ? അതെ ഒന്ന് ഇതെന്താ അമ്പലാക്കാൻ പോവാല്ലോ? വാ തിരുമേനി, പൂജയ്ക്ക് സമയമായി. നമുക്കും പോകണ്ടേ? അവിടെ നിന്നേ, അവിടെ നിൽക്കാൻ. എനിക്കൊക്കെ ദേഷ്യം കയറിട്ട് മേജാന്ന് നോക്കില്ല ഞാൻ. തലന്റെ അടിയും തോക്കെടുത്ത് ഭഗവാനെ പറഞ്ഞത് കറക്റ്റായ हिंदी वाला है? हाँ, बंगाली है. मिस्टर एंड मिसेस रिहान नीनू शर्मा. അപ്പൊ ഇതാണ് നീനു, ഇത് ശർമ്മ. സോറി തെറ്റിപ്പോയി. ഇത് ശർമ്മ, ഇത് നീനു. അയ്യ പിന്നെ തെറ്റിപ്പോയല്ലോ. അതെ മലയാളത്തില് കുറച്ച് വാക്കെങ്കിലും അറിയാമോ? നല്ല പോലെ അറിയാം. 5 വർഷം ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട്. ശരി ചേട്ടാ, അവിടേക്ക് സാധനങ്ങൾ അതെ ആ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാ. അപ്പൊ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ എത്തിച്ചല്ലോ അല്ലേ? സഹായിക്കാം. കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ അതിഥികളാണല്ലോ. നന്ദിയുണ്ട് ചേട്ടാ. ഈ ഉപകാരം മരിച്ചാലും മറക്കില്ല. ശുക്രിയ പോലും. शुक्रिया शुक्रिया सर. ഏതെങ്കിലും ഒരു സാധനം ഇറക്കി ഇറക്കുന്നതിന്റെ കൈകാൻ പറ്റും. നിന്റെ അല്ല, ഈ ലോകത്ത് എന്താണ് സാധനമാണ് ഞങ്ങൾ ഇറക്കാൻ സമ്മതിക്കില്ല. അത് എന്റെ സാധനമാണ്. ഇത് ഇവിടെ ഇറക്കുന്നത് നിങ്ങൾ കണ്ടാൽ ഞങ്ങൾക്ക് കുറച്ച് കുഴപ്പമുണ്ട്. ഞങ്ങൾ ഇറക്കാൻ സമ്മതിക്കില്ല. ഹോസ്റ്റലിൽ ഒരു സാധനം ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടത്തെ അല്ല, ആ വീട്ടിലെ സാധനം. എന്നാലും ഇറക്കുന്ന പ്രതിഫല പിള്ളേരല്ലേ, സമ്മതിക്കില്ല. നീ അല്ല നിന്റെ തന്ത്രം വിചാരിച്ചാൽ നടക്കില്ല. ഇവിടെ നിന്ന് ഇടിച്ചു തൂറിക്കും. ഓടിയാലോ? ഞാൻ ഇത്രയും വില്ലിച്ചിട്ടാ. അതെ, ഞാൻ ഒന്നോടാ മാട്ട് വില്ലിക്കും. നീ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പൊക്കോണോ? പിടിച്ചോണ്ട് പൊക്കോണേ. നീ വിടുന്നു.
നോക്കുമ്പോ ബായ് പോയി സഹായിക്കാറോ നീനു സഹായിക്കാറോ हाय എന്താ പേര് मेरा नाम नीनू दिल्लीयानो हाफ बंगाली है അലമാരി ഞാൻ ഇറക്കാം അയ്യോ ഒന്നനങ്ങി നടക്കടാ കംപ്ലീറ്റ് അതവിടെ സെറ്റ് ചെയ്തു അങ്ങനെ മാറ്റി നോക്കടാ എല്ലാം ഓക്കെ അല്ലേ ഓക്കെ സെറ്റ് ആയില്ലേ? അതെ ഇനി നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാ കാര്യത്തിനും ശിവരാമൻ കൂടെ ഉണ്ട് പൊട്ടിക്ക് ഞാൻ നന്ദിയുണ്ട് ചേട്ടാ. നിങ്ങളെല്ലാവരും നല്ല ആളുകള് മാത്രല്ല ടച്ചിലൊക്കെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ ഒന്നും തട്ടാതെ പൊട്ടാതെ കിടക്കണേ ഏറ്റവും വിട്ടോടാ ഇന്നത്തെ പോലും വേവട്ടെ ഇതെല്ലാം നോക്കിട്ട് ബാക്കി കാര്യമുള്ളൂ ये लेके आओ ओके मैडम मैडम अरे അവിടെ വെച്ചോളൂ ചിന്നു എന്തേ ഇത് ചിന്നുവിന് എൻ്റെ ഒരു സമ്മാനം കമ്പനികൾ പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിയതാ. അയ്യടാ ഈ മാതിരി വിളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടല്ലോ. അവനവന് താങ്ങാൻ പറ്റുന്ന എടുത്ത പോരെ. അങ്ങോട്ട് നോക്കി അതെന്താന്ന് പോലെ മനസ്സിലായ? ആ അത് ഓ അങ്ങനെയല്ലേ. അപ്പൊ ഇത് ജാക്സൺ വെളിയിലോട്ട് നോക്കിയിരിക്കാനാണ് പിന്നെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ക്ലാസ്സിലിരിക്കുന്നത്? ടീച്ചറെ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ ടീച്ചറെ? പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഠിക്കാതിരിക്കാം. എന്തെങ്കിലും പഠിക്കണം എന്നുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇന്റർനെറ്റിന്റെ സാധ്യതകളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. കുട്ടികളുടെ പഠനത്തിനായി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഗ്രൂപ്പ് പഠനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. മറ്റൊരഭ്യാസങ്ങളും ഒരു കാര്യങ്ങളും ഈ ഗ്രൂപ്പ് ഷെയർ ചെയ്യാൻ പാടില്ല. നിന്നോട് ആരാ ബെഞ്ചിന്റെ മുകളിൽ കയറിക്കാൻ പറഞ്ഞത്? അല്ല, അതാണ് ശീലം. എന്നാ ശീലം മാറ്റണ്ട. ഈ ക്ലാസ് കഴിയുന്നത് വരെ നീ അവിടെ തന്നെ നിന്നോ. ടീച്ചർ കണ്ടിന്യൂ. കഴിഞ്ഞുല്ലേ? ഈ അറിയാൻ പാടാത്ത കാര്യമൊക്കെ എടുത്ത് ചെയ്തിട്ട് എന്റെ തലക്കാട്ടപ്പുറം വരും. വേണ തൊണ്ണ തൊട്ടുള്ള കളി വേണ്ട, വേറെ കളി കളിക്കാം. നമസ്കാരം സ്വാമിജി. നന്നായി വേണ്ടേ? ഞാൻ പറഞ്ഞോളൂ. കുട്ടികൾ പറഞ്ഞു പ്രശ്നങ്ങൾ തീർത്ത് തന്ന സ്വാമിജി വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ പറഞ്ഞു. ഞങ്ങൾ മനുഷ്യര് വർത്തമാനം പറഞ്ഞ ഇടയിൽ കയറി വന്ന് ചുമ്മാ കാണണോ വർത്തമാനം പറഞ്ഞു. കുട്ടി വന്നേ കൂടെയുള്ള വാണം കെട്ടിയുടെ അമ്മാവനും അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ലല്ല, അത് മനസ്സിലാക്കാൻ എന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ. ഉടമ്പ് ശരിയല്ല അല്ലേ? അതെ. कैसे समझा? അല്ല, ശരീരത്തിന് മൊത്തത്തിലൊരു വേദന പോലെ ഇല്ലേ? ഒരു അല്ലേ? ശരിയാ.
ഇത് കയ്യല്ല. അല്ല ഇത് എന്തോ ഒക്കെ ഒരു കുറെ പറയാനുള്ള സാധനം ഉണ്ട്. കണ്ടോ, വിഘ്നം ലക്നൌവിലോട്ട് വന്ന് അവസാനിക്കും. അതാണ് നമസ്കാരം. അതെ, അത് ഐസ്ക്രീം അല്ല, ആ കൊച്ചിന്റെ കയ്യാ നക്കാൻ. നിനക്കല്ല അവരുടെ കാര്യം. നിനക്ക് കുശും പറ്റണം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കല്ലേ? നീ രക്ഷപ്പെടാൻ പോവാ. ഞാനത് ആശ്രമാക്കാൻ പോവാ. ആശ്രമോ? പിന്നെ നീ എന്റെ കൈയാളായിട്ട് പണി കുടിക്കുന്നത് ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കണല്ലേ? അല്ല, ഏതല്ലേ അലയും പൂവൊക്കെ പിച്ചു പറിച്ചു തന്നാ ഞാൻ ശരിയായിക്കോളാം കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ പിച്ചു കയറി കളയുന്നേ. കുറെയേറെ സ്വകാര്യത പറയാനുണ്ട്. അപ്പൊ പെരക്കത്തേക്ക് പോവാ. സ്വാമികളെ നല്ലപോലെ അനുഗ്രഹിക്കണേ, ഞങ്ങൾക്ക് കുട്ടികളില്ല. നീയൊക്കെ എന്താണ് മീശ വെച്ച് ഇറങ്ങണത്? നിന്നോടല്ല അവനോടാ പറഞ്ഞത്. ആ കൊച്ചിന്റെ പപ്പം കൂടെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഇയാളെ ഞാൻ ഇന്ന് തലയിലാണോ മുതുകിലാണോ കൊണ്ടുണ്ട്. കൂടുതലും പറയാൻ വേണ്ട. അല്ല, നിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ട. നീ കൂടുതലും പറയണ്ട. സെറ്റായിട്ട് അച്ഛനെന്താ വിളിക്കാതെ വന്നത്? ഈ ആഴ്ച കഴിഞ്ഞ കമ്പനിയിലെ തിരക്കാവും, അതാ ഇന്ന് തന്നെ വന്നത്. ഫീസ് അടയ്ക്കണ്ടേ? എന്റെ പൊന്നച്ഛാ, അച്ഛനത് അയച്ചു തന്നാ മതിയായിരുന്നല്ലോ. അങ്ങനെ സ്നേഹമുള്ള അച്ഛൻ നിനക്ക് കാണണ്ടെങ്കിലും അച്ഛൻ നിന്നെ കാണണ്ടേ അല്ലേ അച്ഛാ? അങ്ങനെ പറയും മോളെ. നിങ്ങള് നന്നായി പഠിക്കണില്ലേ? കൊള്ളാം. ഇതുവരെ കഴിഞ്ഞ ടെസ്റ്റിനല്ലേ ഇവളാ ടോപ്പർ. ഇവനൊട്ട് മോശമൊന്നല്ല. മോള് ഇവനെ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇവനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ. അച്ഛൻ ഫീസ് അടച്ചിട്ട് വരാം. അങ്കിൾ, എന്താ മോളെ? ഇവന്റെ കാര്യമല്ലേ ഞങ്ങള് വിഷമിക്കൊന്നും വേണ്ട. ഇവൻ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്തോളും. ഹൃദയമിതാവോളം നീർപകരുമ്പോൾ കടലതിനാഴങ്ങൾ നാം അറിയുന്നു സ്വയം. രാത്രി മുല്ലപ്പൂക്കാതെ ഓർത്തു നമ്മെ കാത്തിന്നു നാവിലിന്നു
1. അമ്മാവ എന്താ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്നാ പ്രശ്നം? നാളെ നമ്മുടെ മുത്തശ്ശന്റെ ആണ്ടാണ്. അത് കഴിഞ്ഞല്ലേ? അത് മുത്തശ്ശിയുടെ അല്ലേ? പക്ഷെ ഈ പടകണ്ട എപ്പോഴും തെറ്റിപ്പോവും. ഇപ്പൊ ഇത് ഏതാ ആരുടെ ഇത്? ഇപ്പൊ മുത്തശ്ശന്റെ ആണ്ടാണെങ്കിൽ കൂടെ ആയിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പോയില്ല, വളരെ മോശമാണ്. അത് മോശ. അപ്പൊ നീ കഴിഞ്ഞ ഒരു ഉത്തരവാദിത്തമായിട്ടൊരു സ്ഥാനത്ത് നിൽക്കുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. ഒരു കാര്യം നീ മുത്തച്ഛൻ്റെ ആണ്ടി നോക്കൂ, ഞാൻ ഈ പിള്ളേരെ നോക്കിക്കൊണ്ട് വിട്ടുന്നതാണ്. അല്ല അത് എന്നാ ഇത് കൊടുത്തു നോക്കൂ. പൂജ ചെയ്യുമ്പോ നല്ല വൈവായിരിക്കും. മാല ഒരെണ്ണം വേണ്ടല്ലേ? നമുക്ക് എന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഇയാളുടെ ആണ്ട് ഞാൻ തന്ത എത്തിട്ട് കർമ്മം നടത്തിയില്ല. പിന്നെ അവന്റെ മുത്തച്ഛന്റെ ആണ്ട് ഞാൻ ഇവിടുന്ന് പോയല്ല. അറിയോ ഈ മുത്തച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നെ അത് ഞാൻ നല്ലത്. നോക്കട്ടെ ആദ്യ എൻട്രൻസ് ക്വാളിഫൈഡ് ആവണം, പിന്നെ 4 വർഷം പഠനം, 1 വർഷം ഹൗസ് സർജൻസി, അപ്പോഴേ നീയൊക്കെ ഒരു ഡോക്ടർ ആവൂ. പിന്നെ 2 വർഷം പഠനം, അപ്പോഴേ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കിട്ടൂ. ഇതിപ്പോ തുടക്കം ക്ലാസ് ടെസ്റ്റിന്റെ സമയത്ത് തന്നെ ടീച്ചറെ വയറും നോക്കിയിരിക്കാൻ നീ ആരാ? സ്കിൻ സ്പെഷ്യലിസ്റ്റാ? 14 സെക്കൻഡിൽ കൂടുതൽ സ്ത്രീകളെ നോക്കരുതെന്ന നിയമം. നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാലേ നീ പിന്നെ പുറത്തിറങ്ങൂല, അറിയോ? ഇനി ഉണ്ടാവില്ല സാർ. സോറി മാം, അറിയാതെ പറ്റിപ്പോയതാ. അറിഞ്ഞോണ്ട് നോക്കിയിട്ട് അറിയാതെ പറ്റിയതാണെന്നോ? ആ പോ. സർ ഞാൻ അങ്ങോട്ട്. ചെക്കനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ. എന്റെ സിന്ധു, ഇവിടെ വലിയ തിരക്കാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എപ്പോ? അടുത്ത ദിവസം തന്നെ. കാഷ്യൂ, ബദാം, അണ്ടിപ്പരിപ്പ് എല്ലാം ഞാൻ കൊണ്ടുവരാം. അല്ല ഏട്ടാ, ഈ അണ്ടിപ്പരിപ്പ് തന്നെയല്ലേ കാഷ്യൂ? ഈടായിട്ടെ നിനക്ക് വിവരം കുറച്ച് കൂടുതലാ. അതെ. എനിക്ക് വേറെ കോൾ വരുന്നുണ്ട്. കട്ടെ, പിന്നെ വിളിക്കാം. അല്ലേ കൊഞ്ചാൻ പറ്റൊരു സാധനം. ഫെമിയോടൊന്ന് ചാറ്റ് ചെയ്യാം. പറ്റിപ്പോയി. എന്താണ് പറ്റിപ്പോയി? എടാ എന്തൊലിക്കാ പറ്റിപ്പോയതെന്ന്? ഇവിടുന്ന് പറ്റിപ്പോയി ഇവിടുന്ന് കരയുന്നുണ്ട്. എന്താ പറ്റിയത്? വെറുതെ കരയാൻ എന്താ പറ്റിയെന്ന് പറയും. ഗ്രൂപ്പ് കൂടെ ബലാത്സംഗം ചെയ്ത് ബലാത്സംഗം ചെയ്ത ഗ്രൂപ്പ് കൂടെ ഗ്രൂപ്പില് പോസ്റ്റ് ഇട്ടിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നാ പറഞ്ഞത്. പോസ്റ്റ് മാറ്റി പീഡിപ്പിക്കേ? ഇത് പീഡിപ്പിച്ചേ എന്ത്? അതാണ് സംഭവം. പോസ്റ്റാണോ സംഭവം? അതിനൊന്നും കരയേണ്ട കാര്യമില്ല. ഒരു പോസ്റ്റല്ല കേസ്. അങ്ങനെയൊക്കെ പറയാം. ഇന്ന് കല്യാണം കഴിച്ച നാളെ പിള്ളേരുണ്ടാവുന്ന ഗ്രൂപ്പ് അത്. അങ്ങനെയൊന്നുമില്ല. എന്താ നോക്കട്ടെ, എന്താ സംഭവം? പോസ്റ്റ് നോക്കട്ടെ. എന്താണ്? വീഡിയോ ആണോ? സാർ എന്തുന്നാ നോക്കുന്നേ? ഇത് ഭാഷയിൽ ഫെമി കുണ്ടിതപ്പെടേണ്ടെന്ന് അയച്ചതാ. അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വന്നപ്പോ ഈ ഒരു രീതിയിൽ വായിച്ച് അങ്ങനെ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയതാ സംഭവം. കുട്ടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയ കേസാണ്. അതങ്ങോട്ട് വിട്ടേക്ക്. വെറുതെ ആളറിയിക്കേണ്ട കേസല്ലോ. സാറിനോട് പറഞ്ഞ അയാൾക്കെതിരെ നടപടി എടുക്കുന്ന വിചാരിച്ചേ. സാർ അയാളുടെ കൂടെയോ നടപടി എടുത്തേ പറ്റുള്ളൂ. നടപടി എടുക്കണമെങ്കിൽ പോയോ ഭരത? ഞാൻ വെറുതെ ചെറിയ സംഭവിക്കുക. അത് ഈ വിഷയാക്കണ്ട. ആ പെണ്ണത്തെ കേസ് അതുകൊണ്ടാണ് ഞാൻ അടിച്ചത്. അതിനാണ് ഞാൻ തല്ലിക്കോ? തല്ലടാ തല്ലേ ഭരത. ഈ പീക്കലായി ഭരത. കുട്ടികളെ പോലെ പെണങ്ങല്ലേ. സാർ വേണ്ട, പറഞ്ഞാൽ മതി. സ്ട്രോബെറി, മാംഗോ, ചിക്കു, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. സ്ട്രോബെറി വിത്ത് മാംഗോ വിത്ത് വാനില പ്ലസ് ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടോ? അതില്ല സാർ, സോറി.
എന്ത് എന്നാ 2 ചായ മതി അല്ലേ? എനിക്കൊരു സ്ട്രോബെറി മതി. മാഡത്തിന് സ്ട്രോബെറി, സാറിന് ചായ. എന്നാ എനിക്കൊരു സ്ട്രോബെറി. അപ്പോ 2 സ്ട്രോബെറി. ആടോ. ചെറിയൊരു താക്കീത്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സാറിനെ തല്ലി ഒറ്റയടിക്ക് താഴെയിടുന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും സോറി, ഐ എം റിയലി സോറി. ആ സംഭവത്തിന് ശേഷം എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്കും. മാഡം, കഴിക്ക്. സാറ് കഴിക്കും. ആ സംഭവത്തിന് ശേഷം ഞാൻ എത്രയോ രാത്രികളിൽ അടി കിട്ടുന്നത് സ്വപ്നം കണ്ട് കട്ടിലിൽ നുരുണ്ട് താഴെ വീണിട്ടുണ്ട്. പോട്ടെ, സാരമില്ല. സത്യം പറഞ്ഞ പ്രദീപിനോട് എനിക്ക് നന്ദിയുണ്ട്. അടി കിട്ടിയാലെന്താ, ഈ സുന്ദരിയെ കിട്ടിയില്ലേ. സാർ നമുക്കെന്നാ പോയാലോ? മതിയോ? ബില്ലെടുത്തോ? സാർ ബില്ല്. മാഡം ഇനിയും വരണം, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒക്കെ ട്രൈ ചെയ്യണം. മാഡം വർക്ക് ചെയ്യണോ? അതെ അതെ. എന്താ പേര്? ഫെമിന. നീ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ആക്കണ്ട കേട്ടോ. ആദ്യം കസ്റ്റമേഴ്സോട് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ പഠിക്കും. അല്ലെങ്കിലും സുന്ദരിമാരെ കണ്ട ചില ഞരമ്പന്മാർക്ക് ഇളക്കം കൂടുതലാ. സാർ ബില്ല്. ഗൂഗിൾ പേ ഉണ്ടോ? ആ ഉണ്ട്. എന്റെ അടുത്തില്ല. കാർഡ് എടുത്തു. സാർ വെൻഡിങ് മെഷീൻ കംപ്ലൈന്റ് ആണ്. അതാണ് ഇവനെ പോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഈ ലോകം നന്നാവത്തത്. ഇല്ല, കുഴപ്പമില്ല. എത്ര 100 അല്ലേ? അല്ല മാഡം. അല്ല സാറില്ല. താങ്ക് യു മാഡം. സാർ ബിൽ പൗച്ച്. ഈ കുന്ത്രണ്ടോ വിളിച്ചോ. അവൻ അല്ലെങ്കിൽ ഒരു എല്ല് കൂടുതലാണ്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞു തന്നെ. നമസ്കാരം സാർ, എന്തെങ്കിലും ഡൊണേഷൻ തന്നിട്ട് പോണം സാർ. പിച്ചെടുക്കുന്നതിന് ഇപ്പൊ ഡൊണേഷൻ എന്നാ പറയാ. നല്ല തണ്ടും തടിയുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ഇതെന്താ ഇത് സാർ? ഇതാ വൈഫിന്റെ കാർഡാ. ഓ, തന്റെ വൈഫിന്റെ കാർഡ്? വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ കാർഡോ കാണിച്ചിട്ടാണോ ഇറക്കാൻ നടക്കുന്നത്? പാവം. ക്രോണിക് ബാച്ചിലറായി തുടർന്നത് ഫെമിയെ പോലുള്ള ഒരാളെ കണ്ടുമുട്ടാനായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയേ. കുളിരുള്ള പ്രഭാതങ്ങളില് ഇനി വരും കാലത്തില് ഫെമി എനിക്ക് ബെഡ് കോഫി ഉണ്ടാക്കി തരില്ലേ? തിരിച്ച് ഭരതൻ സാർ എനിക്കും കാപ്പി ഉണ്ടാക്കി തരില്ലേ? സിന്ധു പോയി ഒരു കാപ്പി ഇട്ടുണ്ടോ? പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കാതെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഞാൻ രാത്രി മൊത്തം കുഞ്ഞിനെ നോക്കിയതല്ലേ. പകല് മുഴുവൻ ഞാൻ ജോലിക്ക് പോയി വന്നതല്ലേ. കാപ്പിട്ടോട്ട് വന്നാലേ എന്റെ സ്വഭാവം മാറും. കിടന്നു അലറാതെ എനിക്കൂടെ പോയി ഒരു കാപ്പിട്ടോട്ട്. എന്താ സാറേ? അമ്മ സ്ത്രീ അമ്മയാണ്, സ്ത്രീ കാമുകിയാണ്, സ്ത്രീ ഭാര്യയാണ്. നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം. ഓരോ പുലർകാലങ്ങളിലും 1000 കോഫി ഞാൻ എന്റെ ഫെമിക്കുണ്ടാക്കി തരും. അയ്യോ, എന്റെ ആധാർ കാർഡ്. ആ തെണ്ടി പിച്ചക്കാരനോട് പോയി. ഹായ് ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളുടെ പേരൊന്നും അറിയില്ല. സുഹൃത്തുക്കളെ, രാജ്യത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരോടുള്ള അവഹേളനയാണോ നിങ്ങളിപ്പോ കണ്ടത്? എനിക്ക് ഈ FB ലൈവിൽ വരാൻ കാരണം തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേട്ടിട്ട് പോവാം, കട്ട് ചെയ്യാൻ പാടില്ല. ഇത് കണ്ടോ? ഞാനൊരു ഡൊണേഷൻ ചോദിച്ചതിന് ഒരു മഹാൻ എനിക്ക് തന്നതാണ് അയാളുടെ ഭാര്യയുടെ ഐഡന്റിറ്റി കാർഡ്. എന്താ ചെയ്യാ, വേറൊരു പെണ്ണ് വളച്ചിട്ടുള്ള ഒരു ചുറ്റിക്കളിയാണ് നടക്കുന്നത്. ഓന്റെ സ്ത്രീകൾ എങ്ങനെയാണ് അവരെ ഭർത്താക്കന്മാരെ വിശ്വസിച്ച് ജോലിക്ക് അയക്കുക? നിങ്ങൾ പറയും. ഞാനൊരു ഓൺലൈൻ സൈറ്റ് ഓപ്പൺ ചെയ്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ധർമ്മം തരും എനിക്ക്. യൂറോപ്പിലെ ഞാൻ ഏതെങ്കിലും
സ്ഥലത്ത് നിന്നാ മതി. ഒരു സായിപ്പ് വന്ന് ടൗവിൽ വെച്ച്, ഒരു സായിപ്പ് വന്ന് പിച്ചപ്പത്രം കൊണ്ടുവന്ന് വെക്കും, വേറൊരുത്തൻ യൂറോ കൊണ്ടുവരും, ഡോളർ കൊണ്ടുവരും. ഒറ്റ ദിവസം വെറുതെ പോവില്ല. ഈടെയാണെങ്കിൽ എന്നാ സ്ഥിതി? തൊഴിലവസരങ്ങൾ തകർക്കല്ലേ? സുഹൃത്തുക്കളെ, പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് യൂട്യൂബ് കയറിയിട്ട് എന്റെ പിച്ചക്കാരൻ.com എന്ന ചാനൽ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവും. ഇനി ഏരിയ കണ്ടുപോരുത്. ഞാൻ ആരും അറിയില്ല. ഏരിയ മാറ്റി പിടിച്ച പോലെ. ഇയാളാരോ ഏരിയ സെക്രട്ടറി. ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഞാൻ സാറുമാരുടെ അടുത്ത് പറയും. എനിക്കിത് എന്നോടൊരു ഇഷ്ടം തോന്നി, അത് ഞാൻ തുറന്നു പറഞ്ഞു. അതിന് സാറുമാരോട് പറയേണ്ട കാര്യം എന്താ? ഇനിയും പലരോടും തനിക്കിത് പറയാനല്ലേ? താൻ ആള് മഹാ തല്ലിപ്പൊളിയാ. അടങ്ങി നടന്നോട്ടോ. സോറി, ഞാനിനി ഇയാളെ ശല്യം ചെയ്യില്ല. ഞാനൊരു ചായപ്പിടിക്കാരനായി പോയില്ലേ? താൻ അവിടെ നിന്നെ. എന്താ? തനിക്ക് ഞാനൊരു സമ്മാനം തട്ടെ? എന്ത് സമ്മാനം? കുട്ടിയുടെ മുഖം വല്ലാതായി വന്നു. അവരെടുത്തെടുത്തോട്ട് അവര് 10-20 ആയാലും ഐ ഡോണ്ട് കെയർ. പക്ഷേ എന്റെ ടെൻഷൻ ആ കുട്ടിയെ ആലോചിച്ചായിരുന്നു. അവസാനം ഞാൻ ആ തീരുമാനം എടുത്തു. ശത്രുക്കൾ നമ്മളെ ആക്രമിക്കുന്നതിന്റെ ഒരു നിമിഷം മുൻപെങ്കിലും നമ്മൾ അവരെ തിരിച്ചാക്രമിക്കണം. ഞാൻ ഒരു ഒറ്റ ചാട്ടോ. വേണ്ട സർ, നാട്ടിലിങ്ങനെ ചാടി ചാടിയിട്ടാണ് അച്ഛനമ്മ ഇവിടെ കൊണ്ടിട്ട്. സുരേഷ് ഗോപി ഇവിടെ നിന്ന് ചാടാനുള്ള പരിപാടിയാണോ? ആണോ? ഇവനോട് ചാടുന്ന കഥ പറയുമ്പോ ചുറ്റിരുന്ന് കേൾക്കുന്ന നല്ല കാര്യം. 2 അക്ഷരം ഇരുന്ന് പഠിച്ചൂടെ? അതിലല്ല അങ്ങോട്ട് വന്നത്. പഠിക്കാ സാർ. എന്ത് പഠിക്കാ സാർ? ഇതല്ലേ പഠിക്കുന്നത്? ഋത്തിക് റോഷനോ? ചെറുതായിട്ട്. ഇതൊക്കെ വെക്കേണ്ടവര് വെക്കണം. സാറേ, ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടുണ്ട് കാണാൻ. ഏഴെണ്ണുണ്ടായിരുന്നു വീട്ടില്. എനിക്ക് തോന്നി പല പല ഒരു ഗോൾഡൻ ഗ്ലാസ്, പിന്നെ ചെയിനുള്ളത്. ഭയങ്കര ലുക്കാണ്. വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. നാട്ടിൽ ഇറങ്ങുമ്പോ എല്ലാരും ഇതാ നോക്കി സാറ് പോണത് പറയും. ഓക്കെ, പഠിക്കടാ മോനെ. പഠിക്കാല്ലേ നമ്മളോട് വരുന്നത്? ശരി, പഠിക്കും മക്കളെ കേട്ടോ. ശരി. ആമേ. ആമേ. ശരി അമ്മേ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. എന്താ ഇവിടെ നിൽക്കുന്നത്? നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് തീരെ വയ്യ, വീട്ടിലേക്കൊന്ന് പോണം. മുഴുവനായിട്ട് മാറില്ലെന്ന് ഡോക്ടർമാർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്റെ ഇളവൾക്കും ഇതേ പ്രശ്നമുണ്ടോ? അവക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് സഹായത്തിന് ആളില്ലാത്ത പ്രശ്നം. നമുക്ക് ഹോളിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റില്ലപ്പാ. അപ്പോ
താനിനി തിരിച്ചു വരില്ല അല്ലേ? ഉറപ്പില്ല, ഇത്രയും ദൂരം, അതാണ് പ്രശ്നം. എന്തായാലും താൻ പോവല്ലേ? മനോട്ടാ, അതൊന്നും വേണ്ട മനോജേട്ടാ. എടോ, കാശല്ലേ, എന്തായാലും അത് ആവശ്യം വരും. താനിത് വെക്ക്. അത് വേണോ? വെക്കടോ, ആവശ്യം വരും, വെക്ക്. ഇതെന്താ പോയി വേണോ? പോയി വാ. എന്താ ചന്തേ? അല്ല സാറേ, ഇന്ന് രേവതി മിസ് ലീവാ. അപ്പൊ ഈ അവരെ ഫ്രീ അല്ലേ? ഫ്രീ ആണോ? ആ, എന്നാ ഞാൻ ക്ലാസ് എടുക്കാം. ഞങ്ങക്ക് പാസ്സാവണ്ടേ? നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന മാഷാണ് ഞാൻ. മാത്രമല്ല, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതെ അതെ. ഹലോ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങളെ പഠിപ്പിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ കുറെ സുന്ദരി ടീച്ചർമാരുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങളുടെ മടിയിൽ ഇപ്പൊ ആരെങ്കിലും കയറി ഇരിപ്പുണ്ടോ? ഇവിടെ ടീച്ചർമാരൊന്നുമില്ല. സെമിന മിസ് സാറിന്റെ ഒപ്പം പോണത് കണ്ടായിരുന്നല്ലോ. അപ്പോഴേ തോന്നി. നിങ്ങൾ പണ്ട് എനിക്ക് വിശ്വാസമില്ല. ഞാൻ കൊണ്ട് വരുന്നുണ്ട്. പണ്ടത്തെ എന്റെ ഇടി ഓർമ്മയുണ്ടല്ലോ. നീ അതുപോലെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാ അവിടെ വന്ന് ഞാൻ കുട്ടികളുടെ മുമ്പ് വെച്ച് ചവിട്ടിക്കിട്ടും. പ്രൊപ്പറേറ്റർ ആണോ മാങ്ങാത്തൊലിയാണോ എന്ന് ഞാൻ നോക്കില്ല. അല്ല സിന്ധു, സാറേ, സാറിന്റെ ഭാര്യയും ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? മക്കളെ, നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ കല്യാണം കഴിക്കരുത്. ഈ ഭരതമാഷിന്റെ അപേക്ഷയാണ്. ആകെ മൂഡൌട്ടായി. പഠിപ്പിക്കാൻ ഒരു ഇത് കിട്ടുന്നില്ല. നേരത്തെ ആരാ പാട്ട് പാടിയത്? അൽഫോൻസ്, ഒരു പാട്ട് പാട്, ഞാനൊന്ന് റിലാക്സ് ആവട്ടെ. പാട്. ഒരു നോക്കായി അറിയാം താനേ പതിവായി ഞാൻ നിന്നിൽ തേടും പകലിൻ നിൻ കനവിലെ വഴിതൻ ചെറുപടവിൽ ചേരാം താനേ ഓരോ ദിനം പ്രഭാമയം നിന്നിൽ തുടങ്ങി ഈണം തരും നീഹാരമെന്നോളം
താനെ എഴുതാം ചെറുകവിതയായി ഹൃദയം നാം ഒന്നായി പകരാം താനേ പിറകെ നിൻ തുണയായി താനെ തുടരാം ചെറുമധുരമായി പ്രണയം നാം ഒന്നായി നുകരാം താനേ നീ എൻ നിലവിന്നോരമെന്നും തെന്നൽ തൊടുമ്പോ നീ എൻ മലർത്തുമ്പിന്റെ ചേലാലേ ഇടനെഞ്ചിലെ താരം തിളങ്ങി നിന്നു നീ ഇനിയെന്നും ഓർമ്മയിൽ നുകർന്നുവോ മനം നിറയാഘോഷത്തേരേറി കടലായോളം നേരം കൈക്കുമ്പിൾ നീട്ടുന്നു ഇതാ ദൂരെ കുന്നോളം ചേക്കേറി ഉയരാൻ വാനോളം ഉള്ളിൽ ആമോദം ചൂടുന്നു ഇതാ ഇതാ ഞാൻ ഇവിടെ ഇവിടെ ഹായ് വിനു. ഹായ് മീനു. How are you? ഫൈൻ. Nice looking. ഡെയിലി പോകാറുണ്ടോ? Yes. Okay. By the way, meet my cousin. Hi. എന്താ പേര്? I'm വിനു. Oh, okay. ശരി. Okay. Bye bye. Bye. See you again. Okay, see you. Yeah, nice to meet you. മോനെ ഇതാണ് കാരണവന്മാര് നേരത്തെ എണീക്കണമെന്ന് പറയുന്നത്. ചേട്ടാ നമ്മുടെ ഈ കോയമ്പത്തൂർ സേലമൊക്കെ ഉണ്ട് കുറെ സെക്കൻഡ് ഹാൻഡ് കോളേജ് ഒന്നും വാങ്ങിയാലോ അവിടെ പോയി കോളേജ് മേടിച്ചിട്ട് എന്ത് കാര്യം പറ്റിയാണ് മനപ്പൂർവ്വം ഇടിപ്പിച്ചതല്ലടാ ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാ നിനക്ക് ടൈ പോയെന്ന് മാത്രം അറിയാതെ പറ്റിയതോ അപ്പൊ അന്ന് എന്നെ കഴുത്തിന് പിടിച്ചാൽ അറിഞ്ഞോണ്ട് പറ്റിയതോ അല്ലേ നിനക്ക് ആൾക്കാരുള്ളപ്പോ കഴുത്തിന് പിടിച്ചാലും ആളാകാനൊക്കെ അറിയാലോ ഇപ്പൊ നീ ഒറ്റയ്ക്ക് അല്ലേ സൈക്കിളോ ആ സൈക്കിള് ഇവന്റെ ശരീരപ്രതി വെച്ച് ഇവന് ടിപ്പറാണ് സാറന്മാരെ വിളിക്കേ അമ്മാണ്ടല്ലോ പൂത്ത കാശ് വിളിക്കടാ വിളിക്കടാ വിടാവനെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഉപദ്രവിക്കരുത് നിന്റെ കുട്ടി ഇവനെ സൈക്കിൾ എടുപ്പിച്ചു കൊല്ലാൻ അതിന് പരിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അങ്ങനെയാണ് പോലീസ് കംപ്ലൈന്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം അത് പറ്റൂല നമ്മുടെ വീട്ടിൽ മറ്റേ കേസ് അന്വേഷിച്ചോണ്ടിരിക്കല്ലേ അതെ നഷ്ടപരിഹാരം വേണം നഷ്ടപരിഹാരം അല്ലെങ്കിൽ എനിക്ക് ആ കോളേജ് നന്നൊക്കെ ആ കോളേജ് വെറുതെ കൊടുത്താലും നിന്നെപ്പോലുള്ള ഒരുത്തിന് തരില്ലടാ എടാ നിന്നെ പോലെ നിലവാരമില്ലാത്തൊരു നാറിക്ക് തരുന്നല്ല അതൊക്കെ കത്തിക്കുന്നതാടാ കോമൺ സെൻസ് ഇല്ലാത്ത കൾച്ചർലെസ് ഫെല്ലോ ചേട്ടാ അവര് പറഞ്ഞതിന്റെ അകത്തുന്നത് അതെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഈ കോളേജ് കൊടുക്കുവാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ കൊടുക്കാവുള്ളേ ഓക്കെ അല്ലേ ഈ അദ്ദേഹത്തിനൊന്ന് ആശുപത്രിയിൽ എത്തിച്ച് അടിപൊളിയായിരുന്നു സാർ ലൈവിലാണോ? അല്ല ചാറ്റിങ്ങിലാ. അറിഞ്ഞിട്ടെന്താ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ആ അങ്ങനെ വെറുതെ ചോദിക്കണ്ട. എന്തിനാ വന്ന്? ഒന്ന് ടൗൺ വരെ പോണായിരുന്നു. ഓഹോ, എന്തിനാണാവോ? 1-2 ഗൈഡ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഗൈഡ് വാങ്ങാനെന്ന് പറഞ്ഞ അരുണും വിനയും പോയിട്ടുണ്ടല്ലോ, അത് ഷെയർ ചെയ്താ പോരെ? അല്ല, സ്വന്തമായിട്ടുണ്ടെങ്കിൽ സൗകര്യത്തിന് ഉപയോഗിക്കാമല്ലോ. ഗൈഡിന്റെ പേരും പറഞ്ഞ് ടൗണിൽ കറങ്ങി നടക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ പോയിക്കൊള്ളണം, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. ശരി സർ. സാറിന്റെ റോഡിലെ ലൈവേ വൈറലായി, ഫൈക്ക് കടന്നു. നമ്മളുണ്ടാക്കുന്ന കുഴപ്പങ്ങളെല്ലാം ലോകം മുഴുവൻ അറിഞ്ഞേ നമ്മളൊക്കെ അറിയും. www.kitchakaran.com. എന്തിനെങ്ങനെ പറ്റി വരുന്ന മനുഷ്യന്റെ ഓമനറ്റ് അടിക്കാൻ 2 മുട്ട ഇട്ടിട്ട് വേണ്ടേ? എല്ലാവരും കൊന്നോളൂ ഞാൻ. കൊല്ലരുത്.
കുഞ്ഞുനാളിൽ എന്നെ എടുത്തു വളർത്തിയതും എനിക്ക് വാരി തന്നതും എനിക്ക് ചോക്ലേറ്റ് മേടിച്ചതും അതുപോലെ പുഴ നീന്തി എന്നെ തോളത്ത് വെച്ച് എന്നെ സ്കൂളിൽ കൊണ്ടുപോകണം എന്റെ അമ്മാവനത്. ആണോ? നിനക്കറിയാമോ അത്രക്ക് സ്നേഹമുള്ള അമ്മാവനെ കൊല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലിന്റെ 2 ചേട്ടൻ തല്ലി ഒടിച്ചേക്ക് പൊട്ടിച്ചേക്ക് നേരെങ്കി പോലും ആ വധൂരി നീ വീട്ടിൽ കയറി വരുന്നത്. ഇനി അതി ഒച്ച കരഞ്ഞില്ലെങ്കിൽ നട്ടലും അടിച്ചു പൊട്ടിച്ചോ ഒരു 3 വാരിയിലും ചവിട്ടി ഒടിച്ചേക്ക്. എന്നാ പിന്നെ കണ്ണോട് കുത്തി പൊടിച്ചാൽ പൊട്ടിച്ച തന്നെടാ നാറി. അമ്മാവനത്തെ എവിടെ പോണു? ഞാൻ വീട്ടിൽ പോണു. എന്ത് കാര്യത്തിന്? നീ എനിക്ക് കൂടാനോ നടത്തുമല്ലടാ. കൂടാനല്ലേ ഞാൻ മട്ട പറക്കാൻ വന്നപ്പോ ഞാൻ കണ്ടോ ആ പിള്ളേരെ പിടിച്ചു നിർത്തി നീ എന്റെ ചട്ടയിൽ പൊട്ടിക്കുന്നത് കൊട്ടിക്കോളാം. നീ എന്റെ ചട്ട ഞാൻ ഏപ്രിൽ ഫൂൾ പറഞ്ഞല്ലേ? ഡിസംബറിലാണ് ഏപ്രിൽ ഫൂൾ ഞാൻ ഏപ്രിൽ സ്ഥലത്തുണ്ടാവില്ല. അതുകൊണ്ടാ നീ ചെവിയെന്ന് വിളിക്കും. ഞാൻ ഒരു വണ്ടി പോലീസുമായിട്ട് വിടും. നീ പെൺപിള്ളേരെ ആൺപിള്ളേരെ വെച്ചുകൊണ്ട് നടത്തുന്ന അനാശാസ്ത്രം നടത്തുന്നതിന് അമ്മാവൻ ഞാൻ ആ ഹിന്ദിക്കാരോട് എന്ത് പറയാം? അവർക്ക് കൊച്ചുണ്ടാവണ്ടേ? ചേട്ടാ അമ്മ പോവാണോ? പറഞ്ഞു വിട്ടാണ്. അല്ലെങ്കിൽ ഹോസ്റ്റലേ അമ്മ തൊട്ടിലാവും. അയ്യേ ആ മേരി തടനെ ഫുഡ് കഴിച്ച് മടുത്തു. എത്ര വെച്ചിട്ടാ കൂറ ഫുഡ് കുറെ കഴിക്കുക? എടാ മണ്ട, അതല്ലേ ഞാൻ ഇടയ്ക്ക് ഓരോരോ കളത്തിനും പറഞ്ഞ് പുറത്തു പറഞ്ഞേ. ആ നമ്മളെക്കാട്ടെ വലിയ കള്ളനാ ഭരതൻ സാറ്. അയാളെ പിടിക്കാൻ നോക്കിയാൽ മതി. ഇപ്പൊ പിടിക്കും. എന്നാലും ഞാൻ വിചാരിച്ചില്ല നീ വരുമെന്ന്. അതെന്താ എന്നെ അത്ര വിശ്വാസമല്ലേ? അതുകൊണ്ടല്ലടി. എന്നാലും ഭയങ്കര സർപ്രൈസ് ആക്കി കളഞ്ഞ്. നാശം. പോരാ. എന്താ എല്ലാവരും ഇറങ്ങിയതാ? ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു കുക്കിങ്ങിലായിരുന്നു. മുന്തിരി ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. ഒരു അരമണിക്കൂറോടെ കിട്ടിയ വിസിൽ അടിച്ചേനെ. അതെ അതെ കുക്കറിലാണ്. വെള്ളം ഇങ്ങനെ തിളച്ച് വരികയായിരുന്നു. ഇതെന്താ ഈ ബെഡ്ഷീറ്റ് എടുത്തേക്കുന്നേ? ബെഡ്ഷീറ്റോ? അത് പിന്നെ ഞാനിവിടെ തനിച്ചല്ലേ, വേറെ ആരും കാണാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കും, അല്ലെങ്കിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എടുക്കും. അത്രേ ഉള്ളൂ. എന്താ സാറേ? ലേഡീസ് ബാഗ് പറയാൻ മറന്നു. ഇന്നലെ രാത്രി എന്റെ വൈഫ് വന്നു. പോയി 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 ഈ വെപ്രാണത്തിനിടയിലെ ബാഗ് എടുക്കാൻ മറന്നു. ഭയങ്കര മറവിയാ. സിന്ധു എന്താ? മൂന്നാല് ഞായറാഴ്ചയായി നിങ്ങളെ കാണാതായപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇതാരുടെ ബാഗാ? ഇതൊക്കെ എന്റെ സ്റ്റുഡൻസാ. അതല്ല ചോദിച്ചത്, ഇതാരുടേതാണ്? ഇവരുടെ ആരുടെ അല്ലെന്ന് എനിക്കറിയാം. ഞാനേ ഇവർക്ക് റീപ്രൊഡക്ഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. സംശയം കുട്ടികൾക്ക്. നന്നായി, അതിന്റെ ആളാണല്ലോ. സത്യം പറ, ഇതാരുടേതാ? ചേച്ചിന്റെ അല്ല, ചേച്ചിയുടെ വന്ന് പോയിന്ന് പറഞ്ഞിനി. സത്യം പറഞ്ഞ മനുഷ്യ, ഏത് കൂത്താടെ ഇന്നിവിടെ വന്നത്? അവളെ ഞാനൊന്ന് കൊല്ലും. എവിടെ എവിടെ കത്തി? എവിടെ? എന്താ അപ്പൊ പോയത്? ഓ സാറിന് അറിയില്ലേ? അത് നമ്മുടെ ഫെമിന മിസ് അല്ലേ? ശരി. ഇവിടെ നിങ്ങളുടെ ഇവിടെ വന്നായിരിക്കും അല്ലേ? ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ഇനി താ റീപ്രൊഡക്ഷൻ ക്ലാസ് എടുക്കുന്നതേ എനിക്കൊന്ന് കാണണം. സാറേ, ഹലോ ഹലോ, ഓരോരുത്തർ പഠിച്ചാ മതി, രണ്ടുപേരും കൂടെ ഒന്നിച്ചു പഠിക്കണ്ട. ഹായ് ഗൈസ്. ഹലോ ശിവരാജ് ചേട്ടൻ. ഇങ്ങോട്ട് വന്നേ. കം കം കം. ഹലോ. ഇതെന്താ ലഡ്ഡു? എനിക്ക് കിട്ടില്ല. എന്താ വിശേഷം? ഓക്കെ ഗൈസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എല്ലാരും ടുഡേ ഈവനിംഗ് ഫംഗ്ഷൻ വരണം. ഓക്കെ ബൈ. വീണു. യെസ്. ഹാപ്പി ബർത്ത്ഡേ. വീണു, ദിസ് ഈസ് ഫോർ യു.
കേരളത്തിൽ ഡോക്ടർമാർക്ക് എന്ത് വിലയുണ്ട്? അതൊക്കെ അങ്ങ് ലഡാക്കിൽ മുഴുവൻ രോഗികളല്ലേ. ടണ്ട ടണ്ട തണുപ്പല്ലേ, ജലദോഷമാണ്. അവിടെയൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ദൈവമാണ്. മനസ്സിലായോ? ഭഗവാൻ ദൈവം കുന്തം വെടിഞ്ഞ പോലെ നിൽക്കാണ്. കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് തന്നാൽ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റൽ ശരിയാക്കി തരാം. നിന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റാ, നിന്നെ ഞാൻ കാർഡിയോളജിയാ, നിന്നെ ഞാൻ ന്യൂമറോളജിയാ, പിന്നെ എനിക്ക് ഭയങ്കര പിടിപാടല്ലേ. ഈ തടിയെ കണ്ടിട്ട് പുതിയായിട്ട് പോയ പൊത്തി പൊളിക്കാൻ തോന്നുന്നുണ്ട്. പിള്ളേര് കാണും. എനിക്ക് ആഗ്രഹിക്കില്ല, പിള്ളേര് കണ്ട കുഴപ്പാവും. പിന്നെന്താ? ആ ഷവർമ്മയില്ലേ? ഷവർമ്മയല്ല, ശർമ്മ. അത് തന്നെ, ആ കൊഞ്ചു പോലത്തെ കിളവൻ പെമ്പിള്ളേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക. ഏതിനെങ്കിലും അടിച്ചോണ്ട് പോയാലേ നമ്മൾ തൂങ്ങും. അത് ശരി, കിളവൻ പണി തുടങ്ങിയപ്പോ ഒരു കാര്യം ചെയ്, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. തൽക്കാലം നീ ഈ പണി ചെയ്. ഞാൻ ചെയ്തോളാം. കൊഞ്ചു പോലാണെങ്കിലും എന്തൊരു സാമർത്ഥ്യം അല്ലേ. അതുകൊള്ള ഈ പണിയെ ഞാൻ എടുക്കുന്നല്ല അല്ല. പിന്നെ ഹലോ, എസ് ഐ വിനയകുമാറാ? ഞാനൊരു അജ്ഞാതനാ. അജ്ഞാതന്റെ പേര് പറയും. അജ്ഞാതൻ ശിവരാമൻ. അജ്ഞാത ശിവരാമൻ, എന്താ പ്രശ്നം? സാർ, പൗരത്വമില്ലാത്തൊരു ഭീകരൻ ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നു. എടോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഫുൾ ഫോഴ്സ് നാളെ രാവിലെ ആവുമ്പോഴേക്കും അവിടെ എത്തും. അതെന്താ സാറേ? ഇല്ല, ഞങ്ങൾ ആകെ 3 ആളേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത് തന്നെ ആണെങ്കിൽ തോക്കുമില്ല, ലാത്തിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അവനൊരു മനുഷ്യ ബോംബാണ് സാറേ. എടോ അജ്ഞാത ശിവരാമ, MCH എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല്. അവിടുത്തെ എന്തെങ്കിലും ഓപ്പറേഷന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സമാധാനമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല സാറേ, ഞാൻ സെക്യൂരിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കിടന്നുറങ്ങണ്ട, ഇരുന്നുറങ്ങിക്കോ. ഞങ്ങൾ രാവിലെ വരാട്ടോ. വെച്ചിട്ട് പോ. ഇങ്ങനെ നിലവിളിക്കലോടോ ഭീകര. ഈ നിമിഷം മുതൽ നീ കേരള പോലീസിന്റെ സംരക്ഷണ വലയില്ല. കുറച്ച് ഗ്ലൂക്കോസ് കൊടുക്കണോ? ഒരു ക്ഷീണിച്ചതല്ലേ. അവന് വേണ്ടാന്ന് കൊടുക്ക്. എടാ, നിന്റെ ഈ മുകളിൽ ആധാർ വെച്ചിട്ട് പൗരത്വം തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. സംസാ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിലച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചലനം ഞാൻ നിർത്തും. പിടിച്ച് കയറ്റണോനെ. അജ്ഞാത ശിവരാമ, വാ ചോദിക്കട്ടെ. എന്തൊക്കെയാ? നല്ല വിശേഷം. ഇന്നലെ എങ്ങനെയായിരുന്നു ശബ്ദം മാറ്റി ഫോൺ ചെയ്തത്? അജ്ഞാത ശിവരാമ സ്പീക്കിംഗ്. ഇടക്കിടക്ക് ഇങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ശബ്ദം മാറ്റി തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവൂല. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പോട്ടെ. വരുന്ന ഇല്ല, ജീപ്പിൽ കയറി ഞാൻ ഛർദ്ദിക്കും. ഗ്ലൂക്കോസ് പോയിട്ട് വരാം. അയ്യോ, ആ പാവത്തിന്റെ പരിപ്പിന്ന് ഇളകും. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കുഞ്ഞ്? ഒന്നുമില്ല അച്ചോ, എക്സാം ഒക്കെ അടുക്കുമല്ലേ, അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഓഹോ, നല്ലത്. ഒരാളുടെ വിശ്വാസ പ്രമാണങ്ങളാണ് കുഞ്ഞ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ശക്തി എന്ന് പറയുന്നത്. അതായത് ഒരു വിശ്വാസി ദൈവത്തിലും കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ എല്ലാ ദൈവങ്ങളും കമ്മ്യൂണിസ്റ്റാ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ അടുക്കിലെത്തുന്നവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. കുഞ്ഞ്,
പരീക്ഷയെ ഭയപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ മതി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫാദർ. എന്നാ ഞാൻ അങ്ങോട്ട്. താനെന്ന് ലേറ്റ് ആയോ? ചെറുതായിട്ട് ഇന്ന് കളക്ഷൻ എടുക്കാണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞവരെങ്കിലും തനിക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടോ? അത് നടക്കില്ലടോ. നല്ല ഉത്തരവാദിത്തമുള്ള പണിയാ. ഒരു ദിവസം പത്രം കിട്ടാതിരുന്ന വീട്ടുകാരെ വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. പിന്നെ എന്റെ അച്ഛൻ ഏക്കറാണെങ്കിൽ കൃഷിയൊന്നുമില്ല. അത് തന്നെ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. എടോ തന്റെ പഠിത്തം മോശമാണെന്ന് വെച്ച് പറഞ്ഞതല്ലേ? എടോ സത്യമായിട്ട് ആഗ്രഹമില്ലാത്തോണ്ടല്ല. പക്ഷെ ഇപ്പൊ ഈ വരുമാനം ഇല്ലാണ്ടായ എന്റെ പല പ്ലാനുകളും തെറ്റും. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ എന്നാ പെട്ടെന്ന് വീട് പിടിച്ചോട്ടെ? വാടോ, എന്റെ വീട്ടിൽ പോയി ഫുഡ് വെച്ചിട്ട് പോവാം. പിന്നീടാവോ? ആയിക്കോട്ടെ. ആ ദേ അച്ഛൻ വന്നു. നിങ്ങക്ക് നേരം വൈകിയല്ലേ? ആ കുഴപ്പമില്ല അച്ഛാ. ആ മാനേജർ ഒരു മൊരടനാ. മനപ്പുറം ഉപദ്രവിക്കണതാ. സാരല്ല അച്ഛാ. മക്കള് വേഗം പൊക്കോ. പരീക്ഷയുള്ള ശരി. അമ്മയും പോകട്ടോ? പെട്ടെന്നോട്ടെ. മാം. യെസ്, ടെസ്റ്റ് പേപ്പർ ആയതുകൊണ്ടായിരിക്കും കൃത്യസമയത്ത് തന്നെ എത്തിയത്. വീട്ടിൽ പോയതായിരുന്നു മാം. അച്ഛൻ വരാൻ വൈകി. വീട്ടിലോ? എന്തിന്? മിസ്സേ, ടേം ഫീസ് അടക്കാൻ ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു. അത് തന്റെ അച്ഛൻ ഇവിടെ വന്ന് അടച്ചൂടെ? അല്ല മാം, അത് അച്ഛന്റെ ജോലി തിരക്ക് കാരണം. ഇത്രയ്ക്ക് തിരക്കാവൻ തന്റെ അച്ഛൻ എന്താ ജില്ലാ കളക്ടറാണോ? കളക്ടറൊന്നും അല്ല മാം, ഒരു സാധാ തടിമയിലെ തൊഴിലാളിയാണ്. അവിടുത്തെ മാനേജർ അച്ഛന് ലീവ് കൊടുത്തില്ല. കയറിയിരിക്കും. ഇനി ടെസ്റ്റ് പേപ്പർ മിസ് ചെയ്യരുത്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന. ശിവേട്ടാ, ദേ ഹോർലിക്സിലെ കശുവണ്ടി പരിപ്പും ബദാമും മാത്രമല്ല ഇച്ചിരി കുങ്കുമപ്പൂവും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ചുവന്ന് തുടുക്കും. എന്തോ ഒരു വിഷമം പോലെ. ഒന്നുമില്ല. എന്തോ ഉണ്ട് പറ. അതെ, നാളെ മുതൽ പച്ചവെള്ളത്തിൽ ചെത്തിപ്പൂ പറിച്ചിട്ട് കഴിക്കേണ്ടി വരും. ഇതൊക്കെ എന്ന് വരെ ഉണ്ടാവുന്ന ആർക്കറിയാ? ചേട്ടൻ ഇവിടുന്ന് പോവാണോ? ഞാൻ മാത്രമല്ല, നമ്മൾ രണ്ടും. അതെന്തിന്? എന്റെ പൊന്നുമേരി കൂച്ചാണ്ടി പിള്ളേർ ജയിക്കും നിനക്ക് തോന്നണ്ട. അഥവാ ജയിച്ചാൽ തന്നെ 1-2 ജയിക്കും. ബാക്കിയുള്ളവരെ തന്തമാര് വന്ന് ഈ പ്രതിഭാ കോളേജ് അടിച്ചു പൊളിക്കും, അത് ഉറപ്പാ. അപ്പൊ നമ്മൾ എവിടെ പോവും? അന്നേ ഒന്ന് സുഖിച്ചൊക്കെ വന്നായിരുന്നു. ഞാനും. എന്റെ ടെൻഷൻ അതല്ല, ഞാനിനി വീണ്ടും കൊട്ടുപടി ഉളി എടുക്കേണ്ടി വരും നോക്കുമ്പോഴാ. കൊട്ടോടി ഒളിയോ? അല്ല, ചേട്ടൻ പട്ടാളത്തിലായിരുന്നല്ലേ പറഞ്ഞത്? അതെ അതെ, പട്ടാളത്തിലാണ്. ഈ പട്ടാളത്തിൽ തോക്കൊക്കെ ഉണ്ടാക്കണല്ലേ, അത് ഞാനാണ്. കൊട്ടുപടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മേജറിന്റെ വീട്ടിലെ കക്കൂസിന്റെ ഡോറ്, അങ്ങനെ ജനലൊക്കെ അത് ഞാൻ ശരിയാക്കി കൊടുക്കും. ഞാൻ ഇവിടുത്തെ മെയിൻ മേസ്തിരിയായിരുന്നു. അപ്പൊ പണിയൊക്കെ അറിയാം. കയ്യിന്ന് പോയേനെ. ഇനി എന്തായാലും നിന്നെ ഞാൻ കൈവിടില്ല. എനിക്ക് അത് കേട്ടാ മതി. നമസ്കാരം. സംസ്ഥാനത്ത് ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പ്രതിഭ, പുറത്ത് പത്രക്കാരൊക്കെ ഉണ്ട്. എന്റെ കൂടെ നിൽക്കണം. ഞാൻ കുട്ടികളെ കോപ്പടിക്കാൻ ഒന്നും പഠിപ്പിച്ചില്ല. എങ്ങനെയാ പാസ്സായത് എനിക്ക് അറിയില്ല. വരുന്ന ഞാൻ പോലീസുകാരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പോലീസുകാരല്ല, പത്രക്കാരും ടീവിക്കാരും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ വന്നതാ. എടാ, അയ്യോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പാസ്സായി.
ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ട്യൂട്ടോറിയൽ കോളേജിലേക്ക് വിട്ടത്. ഇത്രത്തോളം മാർക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാ പ്രതീക്ഷകളും ഞങ്ങള് വാനോളം ഉയർത്തി. സത്യം എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പോ ഇത്രയൊക്കെ കിട്ടിയതിന് ഭയങ്കര കോർഡിനേഷൻ ഉണ്ട്. ടീച്ചർമാരൊക്കെ ഹാപ്പിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭരതൻ സാറിന്റെ പേരിനെ കൊണ്ട് 100% വിജയം നേടിയത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രതിഭ ട്യൂട്ടോറിയൽസിലാണ്. ഇവരുടെ ഉന്നത വിജയത്തെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇത്രയും വലിയ വിജയത്തിലേക്ക് ഈ കുട്ടികളെ എത്തിച്ചതിന്റെ രഹസ്യം എന്താണ്? അത് ചിട്ടയായ പഠന പ്രവർത്തനങ്ങൾ, ശാന്തവും സുന്ദരവുമായ ഒരു അന്തരീക്ഷം, പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി ഞാനും. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിജയത്തിന് ഞാൻ പറയുമ്പോ ഇവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ഓരോ ദിവസവും ആലോചിച്ചിട്ട് ഇവരുടെ അധ്യാപകർ പറഞ്ഞു. എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയത്തിന്റെ കാരണം. അതെ അതെ, രാവിലെ വന്നയുടൻ ഇവിടുത്തെ പറമ്പ് കിളക്കുക, പിന്നെ ചെടികൾ കുഴിച്ചിടുക, നനയ്ക്കുക, അങ്ങനെയുള്ള കഠിനാധ്വാനം പഠിപ്പിക്കുന്നതൊക്കെ ഞാനും ടീച്ചർമാരൊക്കെ. ഭരതമാഷേ, വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു ഡൗട്ട് ചോദിക്കാൻ. ചാനലറെ കാണുമ്പോ എന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് വായ തുറന്ന ഈ ട്യൂട്ടോറിയൽ പോട്ടേണ്ടി വരും. ഞാൻ കയറി സംസാരിക്കുന്നത്. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മുടെ വിനുവിനെ കാണാനില്ല. കാണാനില്ലേ? ഇനിയിപ്പോ മാർക്ക് കുറഞ്ഞു എന്നുള്ള ടെൻഷനിൽ നാട്ടിൽ പോയതാണോ? അതെ, അവൻ ഒറ്റക്കല്ല, അപ്പുറത്തോട്ട് നമ്മുടെ ഹിന്ദിക്കാരനില്ല, അവളെ കാണാനില്ല. ഒരു ലെറ്റർ ഉണ്ട്, ഇത് വായിച്ചു നോക്കിയോ? സാർ, പരീക്ഷയിൽ വിജയിക്കുമോന്ന് എനിക്ക് ഉറപ്പില്ല. കേരളത്തിൽ 36 ലക്ഷം ബംഗാളികൾ ജോലി ചെയ്യുന്നു, ധനം സമ്പാദിക്കുന്നു, മലയാളി പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നു, സന്തോഷമായി ജീവിക്കുന്നു. എന്തുകൊണ്ട് മലയാളിയായി എനിക്ക് തിരിച്ചു ചിന്തിച്ചുകൂടാ? ഞാൻ നീനുവിനൊപ്പം കൽക്കട്ടയിലേക്ക് പോകുന്നു. അയ്യോ, അതിന് നിങ്ങൾ വിഷമിക്കണ്ട. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവൂല. അവന് ശരിയായി അവൻ പോയി. നിനക്ക് ഈ മാസത്തെ ശമ്പളം ഇല്ല. രാഹുൽ പ്രസന്റ് ടീച്ചർ. ജിഷ്ണു പ്രസന്റ് ടീച്ചർ. ജിബിൻ പ്രസന്റ് ടീച്ചർ. കൃഷ്ണൻകുട്ടി MK പ്രസന്റ് ടീച്ചർ. ഷിനോജ് പ്രസന്റ് ടീച്ചർ. അതെ, കൃഷ്ണൻകുട്ടി ഇത്രയും വലിയ ഡൊണേഷൻ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഡൊണേഷൻ തരുമെങ്കിൽ ഇനിയുള്ള കിളവന്മാരെ മൊത്തം പഠിപ്പിക്കാന്ന്. അതെ, നമുക്ക് ഈ വെറൈറ്റി ടീച്ചർമാരെ കുറച്ച് ടീച്ചർമാരെ പറ്റണ്ട. ടീച്ചർമാരിലോടെ ഇത്രയും വിജയ ശതമാനം ഉണ്ടായത്, അതേ മറക്കരുത്. അത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട്. ഈ സ്ട്രിക്റ്റ് ആയിട്ടല്ല, ഞാൻ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് അതൊക്കെ ഉണ്ടായത്. അതെ, ഞാനൊരു പ്രൊപ്പറേറ്ററാണ്, നീ അത് മറക്കരുത്. പ്രോപ്പറേറ്ററിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെന്താണ് പോലും എനിക്ക് തരാൻ മനസ്സിലായിട്ടില്ല. എന്താ എടാ, ഒരു പ്രിൻസിപ്പളെ മാറ്റാനുള്ള അവകാശം പ്രൊപ്പറേറ്റർക്ക് ഉണ്ട്. നമ്മൾ എത്ര ആളെ ഹലോ, നമസ്കാരം. നമസ്കാരം. അന്ന് പെയ്ത മുന്നിൽ വന്ന നേരം, കണ്ണെറിഞ്ഞ നേരം, നെഞ്ചിലമ്പു കൊള്ളും പോലെ അന്ന് പെയ്ത മഞ്ഞാണവൾ, ഇന്നും എന്നിൽ മായാതവൾ. വിടാതെന്നെ വീണ്ടും തലോടുന്നതാരേ, തുലാമാസരാവിൻ ഇളം തെന്നലായേ, വിചാരങ്ങളാകെ ഒരാളായതെന്തേ, ഒരേ രൂപമെന്നും മനം തേടിയെന്തേ, ആരോ ആരോ അനുരാഗം നീട്ടുമാരോ, എന്നാത്മാവിൻ വാതിൽ പടിയോരം, ആരോ ആരോ മിഴിനാളം നീട്ടുമാരോ, ഇന്നാരും കാണാ വഴിയോരം, അന്നു പെയ്ത മഞ്ഞാണവൾ, ഇന്നും എന്നിൽ മായാതവൾ.
പേന പോലെ മനസ്സിന്റെ ഏടിൽ മറക്കാത്ത ചായം കുടഞ്ഞിട്ടതാരേ